പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ലോകത്ത് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ഇപ്പം പരീക്ഷയ്ക്ക് ചോദിച്ച ഈ ക്വസ്റ്റ്യനാ, ഈ മൗസ് സിൻഡ്രോം ചിറാപ്പുഞ്ചിയും ഏത് കുന്നുകളിൽ നിന്നാണ് വരുന്നതെന്ന്. എല്ലാവർക്കും നമസ്കാരം, ഞാൻ പ്രദീപ് മുഖത്തല. മറ്റൊരു റിവിഷൻ ക്ലാസ്സുമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരിക. കുറേ നാളിന് ശേഷം വീണ്ടും ഒരു റിവിഷൻ ക്ലാസ്സുമായിട്ട്. ഞാൻ എപ്പോഴും നിങ്ങളോട് എപ്പോഴും പറയുന്നത് കണക്കാണ്, പരീക്ഷ വന്നിട്ട് പഠിക്കുന്നതിനേക്കാൾ നേരത്തെ ഒതുക്കുക. നേരത്തെ നിങ്ങൾക്ക് ടോപ്പിക്കുകൾ ഒതുക്കുക. കറക്റ്റ് സിലബസ് അനുസരിച്ച് പോകണേ. നിങ്ങൾ എപ്പോഴും ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്ത് കൊണ്ടുപോകണേ. നിങ്ങൾ ഇത്രമാത്രം തീർത്തു, ഇത്ര ഇൻഡെക്സുകൾ എഴുതിയാലും മതി. ഇപ്പോൾ യൂറോപ്യന്മാരുടെ സംഭാവന പഠിച്ചു, 1857 റിവോൾട്ട് പഠിച്ചു, ഇതെന്നാണ് റിവിഷൻ, ഇങ്ങനെ നിങ്ങളൊരു എണ്ണം. അതുപോലെ ജോഗ്രഫി എടുക്കുമ്പോൾ ജോഗ്രഫിയിൽ നോക്കുക, ഇതിലേതൊക്കെയാണ് ഏറ്റവും കൂടുതൽ പരീക്ഷയ്ക്ക് ആവർത്തിക്കുന്നത്. ഭൂവൽക്കം മാൻഡില ഗബ്കാമ്പ്, അല്ലെങ്കിൽ എന്ത് ചെയ്യണം, നമ്മുടെ ഇന്ത്യയുമായി ബന്ധപ്പെട്ട ഉത്തരപർവ്വത മേഖല, ഉപദ്വീപീയ പീഠഭൂമി, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ റിവിഷൻ കൊണ്ടുവന്നു. ഓക്കെ, അത് റിവിഷനും കൊണ്ടുവരണം, ടോപ്പിക് അനുസരിച്ച് പഠിക്കുക. അതുപോലെ ഭരണഘടനയിൽ, അല്ലാതെ ഞാനെല്ലാം കവർ ചെയ്തു എന്ന് പലരും പറയും, പക്ഷേ അവർക്കൊന്നും ലിസ്റ്റ് വരുന്നില്ല. കാരണം എന്താ? ആത്മവിശ്വാസക്കുറവ്, റിവിഷൻ്റെ പോരായ്മയുണ്ട്. കാരണം നമ്മൾ ടോപ്പിക്ക് പഠിക്കുന്നവർക്ക് എല്ലാം ടോപ്പിക്ക് തീരാം. സാറേ, ഞാൻ ഇട്ട സിലബസ് ഫുള്ള് കവർ ചെയ്തിട്ടാണ് ഞാൻ പോയേ, പക്ഷേ ഹാളിൽ ചെല്ലുമ്പോൾ എനിക്ക് കൺഫ്യൂഷനായി പോയി സാറേ, തിരിഞ്ഞു പോയി. ഇതിൻ്റെ പ്രധാന കാരണം റിവിഷനാണ്. പിന്നെ റിവിഷൻ്റെ കൂടെ നിങ്ങൾ മോക്ക് ടെസ്റ്റും കൂടെ ചെയ്ത് നോക്കേ. മോക്ക് ടെസ്റ്റ് അത്യാവശ്യമാണ്. മോക്ക് ടെസ്റ്റുകൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, മെൻ്റലി നിങ്ങളങ്ങ് പരീക്ഷയോട് അങ്ങ് പ്രിപ്പയർ ആവും. ഒന്നുകിൽ വീട്ടിൽ ഇരുന്ന് തന്നെ ഈ OMR ഷീറ്റിലിട്ട് കറുപ്പിച്ച് ചെയ്ത് നോക്കണം. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഒരെണ്ണം എടുത്തിട്ട് വെറുതെ ചെയ്ത് നോക്ക്. അപ്പോൾ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി? ചിലപ്പോൾ 40 കിട്ടി, അടുത്ത പരീക്ഷയ്ക്ക് 50 കിട്ടി. അങ്ങനെയാണ് മാറ്റം. അല്ലാതെ 100 കിട്ടാൻ എന്ത്, 90 കിട്ടാൻ എന്ത്, എനിക്ക് ഇത്രയേ ഉള്ളോ, ഇങ്ങനെയുള്ളതൊന്നും ടെൻഷൻ വേണ്ട. കാരണം ചെയ്യുമ്പം നിങ്ങൾ ആ പരീക്ഷയോട് അങ്ങ് അടുക്കും. ഇന്ന പരീക്ഷ വരുന്നത്. പിന്നെ PSC പരീക്ഷയ്ക്ക് ചെന്നിരിക്കുന്ന ഹാളിൽ ഒരു ടെൻഷനില്ല. ഏറ്റവും കൂടുതൽ പേരും ടെൻഷൻ വരുന്നത് എന്താ? കൈ വിറയ്ക്കുന്നോ, ടെൻഷൻ അടിക്കുന്നോ, അങ്ങ് വിറയിൽ ക്വസ്റ്റ്യൻ പേപ്പർ വെക്കുന്നു, അടുത്തിരിക്കുന്നവർ എഴുതുന്ന കാണുമ്പോൾ അങ്ങ് വെപ്രാളം. ഇതൊക്കെ വരുന്നത് എന്തുകൊണ്ടാണ്? പ്രധാനമായിട്ടും അവരുടെയൊക്കെ പ്രധാന പരിപാടി എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഒരു ആത്മവിശ്വാസ കുറവുണ്ട്. ഹാളിൽ ചെല്ലുമ്പോൾ എനിക്ക് കിട്ടുമോ, എനിക്ക് അറിഞ്ഞുകൂടാ, ഞാൻ എല്ലാം പഠിച്ചിട്ട് ഇത് എന്തിന്? ഞാൻ ചോദിച്ചു, ഇത് അന്താരാഷ്ട്ര പരീക്ഷയാണോ? നിങ്ങൾ എന്തിനാണ് കിടന്ന് ടെൻഷൻ അടിക്കുന്നത്? നിങ്ങൾ സ്വസ്ഥമായിട്ട് കൃത്യമായിട്ട് പോയിട്ടുണ്ടെങ്കിൽ പരീക്ഷയ്ക്ക് ഒരു 6 മാസം അതേന്നും പറഞ്ഞ് സിലബസ് അനുസരിച്ച് പഠിച്ച് റിവിഷനും നടത്തി മോക്ക് ടെസ്റ്റും ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടും. അല്ലാതെ ഭയങ്കരമായിട്ട് പഠിക്കുന്നവർക്കോ, നിങ്ങൾ നോക്കിയാൽ ഈ ഭയങ്കരമായിട്ട് എല്ലാ GK അറിയുന്ന ചിലവരുണ്ട്. ഉത്തരം ഏത് ചോദിച്ചാലും അറിയാം, അവിടെ നിന്ന് ഇവിടുന്ന് എന്ത് ചോദിച്ചാലും അറിയാം. പക്ഷേ പരീക്ഷാ ഹാളിൽ റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ അവരില്ല. അവരുടെ പോരായ്മ ഇതാണ്. അവരുടെ പോരായ്മ അവർക്ക് ആത്മവിശ്വാസമൊക്കെ ഉണ്ടെങ്കിലും ഹാളിൽ ചെല്ലുമ്പോൾ നഷ്ടപ്പെടും. ഇത് വെളിയിലുള്ള കുറച്ച് പേരെ കാണിക്കാൻ വേണ്ടിയുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ അത് പഠിച്ചു ഇത് പഠിച്ചു മോക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ അങ്ങനെയുള്ള ഒരു കാര്യം അതേ വേണ്ടെന്നേ. അങ്ങനെയുള്ള ചിന്താഗതി വരാതെ സ്വസ്ഥമായിട്ട് വീട്ടിൽ ഇരുന്ന് ഒരു ഓർഡർ അനുസരിച്ച് പഠിക്കുക. ഓർഡർ അനുസരിച്ച് പഠിച്ചിട്ട് റിവിഷൻ നടത്തുക, സിലബസ് നടത്തുക, ഫ്രീ ആയിട്ട് പരീക്ഷാ ഹാളിലേക്ക് പോവുക. അതാണ് ചെയ്യേണ്ടത്. കുറേ നല്ല ടോപ്പിക്കുകൾ നിങ്ങൾക്ക് ഇപ്പം ചെയ്യേണ്ടത്, അറിഞ്ഞുകൂടാത്ത ടോപ്പിക് ഒന്ന് നല്ലോണം ഒന്ന് ശ്രദ്ധിച്ച് സയൻസ് ഒക്കെ ഇച്ചിരി കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. അതുപോലെ കണക്ക് നല്ല റിവിഷൻ നടത്ത്. ഈ വർഷത്തെ കറണ്ട് അഫേഴ്സ് ജനുവരി തൊട്ട് ഒരു ഓർഡറിൽ ജനുവരി, ഫെബ്രുവരി, മാർച്ച് ഇങ്ങനെ പഠിക്കുകയും ഹോട്ട് ടോപ്പിക്സ് കറണ്ട് അഫേഴ്സ് മാറ്റിക്കൂടെ നിങ്ങൾക്ക്? മോഹൻലാലിനെ കുറിച്ച്, അല്ലെങ്കിൽ ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡിനെ കുറിച്ച്, അല്ലെങ്കിൽ ഏഷ്യ കപ്പ് ക്രിക്കറ്റ്, പുതിയ ഉപരാഷ്ട്രപതി, അല്ലെങ്കിൽ നെഹ്റു ട്രോഫി വള്ളംകളി, ഇങ്ങനെയൊക്കെ പറയുന്ന ഹോട്ട് ടോപ്പിക്സ് കറണ്ട് അഫേഴ്സ് മാറ്റണം. ഇപ്പം നോബൽ സമ്മാനങ്ങൾ പ്രഖ്യാപിച്ചു, അത് കറക്റ്റ് ഓർഡറിൽ എഴുതി മാറ്റണം. ഇതൊക്കെയാണ് ചെയ്യേണ്ടത്. ഇതൊക്കെ നിങ്ങൾ ചെയ്യണം. അല്ലാതെ ഒരു അധ്യാപകൻ തന്നിട്ട് ഞാൻ ഇത് പഠിക്കത്തുള്ളൂ, അധ്യാപകൻ്റെ വാക്കുകൾ കേട്ടാലേ, റിവിഷൻ കേട്ടാലേ, ചിലവർ പറയും സാറിൻ്റെ മോട്ടിവേഷൻ കേൾക്കുമ്പോൾ ഞാൻ ഉണരുന്നു. അങ്ങനെയാണോ ചിന്തിക്കണ്ടേ? ഉണരുന്നതിനേക്കാൾ നിങ്ങൾക്ക് ആവശ്യകതയാണ്. എന്ത് വന്നാലും ഞാൻ ഉണരും, എൻ്റെ ബുദ്ധിമുട്ടുകൾ സഹിച്ചാണ് എനിക്ക് എത്രയും പെട്ടെന്ന് ഒരു ജോലി കിട്ടിയെങ്കിലേ എനിക്ക് എന്തെങ്കിലുമൊക്കെ നേടാൻ കഴിയുമെന്ന് നിങ്ങൾക്കൊരു തോന്നലില്ലേ? ആ തോന്നലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വിജയിച്ചിരിക്കും. അതിന് വാശിയോടുകൂടി കിട്ടിയ സമയം മാക്സിമം ഉപയോഗപ്പെടുത്തുക. അപ്പോൾ തീർച്ചയായിട്ടും ഹാളിലെ ഉപയോഗപ്പെടുത്തുന്ന ചുമ്മാ ഇരുന്ന് വായിക്കാൻ മാത്രം പോരാ. വായിക്കുക മാത്രമല്ല, നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് എന്തൊക്കെ അത് റിവിഷൻ നടത്തണം, ഏത് ദിവസമാണ് റിവിഷൻ. വീട്ടിൽ ഇഷ്ടംപോലെ പ്രശ്നങ്ങളായിരിക്കും, പലരുടെയും പ്രശ്നം. ചില വീട്ടുകളിൽ ലോണിൻ്റെ പ്രശ്നം, ചില വീട്ടുകളിൽ അസുഖത്തിൻ്റെ പ്രശ്നം, ചില ആൺകുട്ടികൾക്കാണെങ്കിൽ ജോലി ഇല്ലാത്തതിൻ്റെ പ്രശ്നം, ഈ ഗവൺമെൻറ് ജോലിയോ പ്രൈവറ്റ് ജോലിയോ പ്രായം തോറും പ്രശ്നം. പെൺകുട്ടികൾക്കാണെങ്കിൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഒരു ജോലി എനിക്കും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ മക്കൾക്ക് അഭിമാനത്തോടെ പറയാം, അല്ലെങ്കിൽ ഹസ്ബൻഡിനെ ഇത്രയും കൊണ്ടുവന്ന് ലോൺ അടയ്ക്കാൻ ഒരു സഹായമാവും. ചില പെൺകുട്ടികൾ പറയും, ഒരിക്കലും ജോലി കിട്ടിയിട്ടേ ഞാൻ കല്യാണം കഴിക്കത്തുള്ളൂ. ഇതൊക്കെ ആഗ്രഹങ്ങളില്ലേ? അപ്പം നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്ന ആ ലക്ഷ്യങ്ങളൊക്കെ നിങ്ങൾക്ക് പൂർത്തീകരിക്കണ്ടേ? ഒരു വീടൊക്കെ വെച്ച് ഒരു സന്തോഷത്തോടെ, നിങ്ങളുടെ അഭിമാനത്തോടെ, അല്ലെങ്കിൽ ആ ഒരു ശമ്പളം കിട്ടിയതിന് ശേഷം നിങ്ങൾ വീട്ടിൽ വാങ്ങിച്ചിടുന്ന ഒരു സെറ്റി, അല്ലെങ്കിൽ ഒരു TV, അല്ലെങ്കിൽ ഡൈനിങ് ടേബിള്, ഇതൊക്കെ അഭിമാനത്തോടെ നിങ്ങൾക്ക് പറഞ്ഞുകൂടെ? എൻ്റെ പൈസ കൊണ്ടാണ് അതെല്ലാം വാങ്ങിച്ചതെന്ന്. അത് ഈ ഗവൺമെൻറ് ജോലിയിൽ ആഗ്രഹിച്ച്
കിട്ടുമ്പോഴാണ് ഒന്നുമില്ലെന്നേ, ബുദ്ധിമുട്ടുകളൊന്നുമില്ല, കിട്ടുമെന്നേ. ഇന്ന് ഞാൻ കുറച്ച് റിവിഷനുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത്. അതായത് 9ാം ക്ലാസ് സ്കൂൾ ടെസ്റ്റിലെ ജിയോഗ്രഫി ടെസ്റ്റുമായി ബന്ധപ്പെട്ട റിവിഷൻ ക്ലാസ് ആണ് വന്നത്. എളുപ്പമുള്ളതും കൂടുതലും പരീക്ഷയ്ക്ക് ആവർത്തിക്കുന്ന 9ാം ക്ലാസ് ജിയോഗ്രഫിയിലെ 1ാമത്തെ ചാപ്റ്ററാണ് ഞാൻ എടുത്തുകൊണ്ട് വന്നിരിക്കുന്നത്. അതിലെ കൺഫ്യൂസിങ് ഫാക്ട്സുകൾ നമുക്കൊന്ന് നോക്കിയാലോ. ഏറ്റവും കൂടുതൽ ചോദിച്ച, ഈ അടുത്ത കാലത്ത് ചോദിച്ചതാണ് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് എഴുതിയിരിക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം നോക്കേ. അത് ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, കാശ്മീരിലെ പർവ്വത ചെരുവുകളിലെ വേനൽക്കാലങ്ങളിൽ രൂപപ്പെടുന്ന പുൽമേടുകളെ മർഗുകൾ എന്ന് വിളിക്കുന്നു. നമ്മുടെ ഈ അടുത്ത കാലത്ത് പകൽഗാം ഭീകരാക്രമണമൊക്കെ നടന്നില്ലേ, അത് ഈ പുൽമേടുകൾ കാണാൻ വേണ്ടി ആൾക്കാർ പോയതാ. മഞ്ഞുകാലത്ത് അടിമൂടി കിടക്കും, അത് കാണാനേ പറ്റത്തില്ല, വേനൽക്കാലത്തിൽ പൊങ്ങിക്കിടക്കും. അങ്ങനെ കാശ്മീർ പർവ്വത ചെരുവുകളിലെ വേനൽക്കാലങ്ങളിൽ രൂപപ്പെടുന്ന പുൽമേടുകളെ എന്ത് വിളിക്കുന്നു? മർഗുകൾ. 2 എക്സാമ്പിളുകൾ കൊടുത്തിട്ടുണ്ട്, സോണാമർഗും ഗുൽമർഗും. സോണാമർഗം ഗുൽമർഗം. അപ്പൊ രണ്ടിടത്തുണ്ട്. കാശ്മീർ പർവ്വത നിരയിലെ പുൽമേടിനെ മർഗ്, ഉത്തരാഖണ്ഡ് പർവ്വതത്തിലെ പുൽമേടിനെ വിളിക്കുന്ന പേരാണ് ബുഗ്യാൽ എന്ന് വിളിക്കുന്നത്. ഉത്തരാഖണ്ഡ് പർവ്വതത്തിലെ പുൽമേടിനെ വിളിക്കുന്ന പേരെന്താണ്? ബുഗ്യാൽ. ദയാര ബുഗ്യാലും ഗോൾസോൺ ബുഗ്യാലും എക്സാമ്പിൾ ആയിട്ട് പറയാം. അപ്പൊ പിന്നെ ഹിമാലയത്തിലെ പുൽമേടുകളുണ്ട്, ചില പ്രദേശത്തുണ്ട്, അത് ആൽപൈൻ പുൽമേട് എന്നൊരു അപരനാമമുണ്ട്. അപ്പോൾ നമ്മൾ 9ാം ക്ലാസ് സ്കൂൾ ടെസ്റ്റിലെ 3 പുൽമേടുകൾ പഠിച്ചു. കാശ്മീർ ഹിമാലയത്തിലെയും ഉത്തരാഖണ്ഡ് ഹിമാലയത്തിലെയും 2 പുൽമേടുകളുടെ പേര് പറയാം. കാശ്മീർ ഹിമാലയത്തിൽ വേനൽക്കാലത്ത് വരുന്ന പുൽമേടിനെ മർഗുകളെന്നും ഉത്തരാഖണ്ഡ് ഹിമാലയത്തിൽ വേനൽക്കാലത്ത് വരുന്ന പുൽമേടിനെ എന്ത് വിളിക്കാം? ബുഗ്യാലുകൾ എന്ന് വിളിക്കുന്നു. മർഗുകൾക്ക് ഉദാഹരണം ഏതാ? സോണാമർഗം, ഗുൽമർഗം. ബുഗ്യാലിന് ഉദാഹരണം ഏതൊക്കെയാണ്? ദയാര ബുഗ്യാലും ഗോൾസോൺ ബുഗ്യാലും. ഹിമാലയത്തിലെ പുൽമേട് ഏതാ അറിയപ്പെടുന്നത്? ഹിമാലയത്തിലെ പുൽമേടുകൾ നമുക്ക് ആൽപൈൻ പുൽമേടുകൾ എന്ന് വിളിക്കുന്നു. ഒത്തിരി പുറത്തൊക്കെ പുൽമേടുണ്ട്. സാവന്ന ആഫ്രിക്കയിൽ വിളിക്കുന്നത്, ഡൗൺസ് ആസ്ട്രേലിയയിലെ പുൽമേട് ഡൗൺസ്, ആഫ്രിക്കയിലെ പുൽമേട് സാവന്ന, യുറേഷ്യ നമ്മൾ പഠിച്ചിട്ടില്ലേ സ്റ്റേപ്പിസ്, ഇങ്ങനെയൊക്കെ കുറേ പുൽമേട്, അത് വേറെ പഠിക്കാം. ഇപ്പൊ ഇത് സ്കൂൾ ടെസ്റ്റ് മാത്രം ആയതുകൊണ്ടാണ് ഇതിൽ വേറെ ഉൾപ്പെടുത്താത്ത. അപ്പൊ ആ പുൽമേട് 3 പഠിച്ചു തീർത്തേ. അടുത്ത നോക്കേ, ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാ? മൗണ്ട് കേറ്റു അല്ലേ. പൂർണ്ണമായും ഇന്ത്യയിലെ ഏറ്റവും വലുത് ഏതാന്ന് ചോദിച്ചാൽ കാഞ്ചൻജംഗയാണ്. പക്ഷെ ഇന്ത്യയിലെ ഈ മൗണ്ട് കേറ്റുവിന് ഒരു പ്രത്യേകതയുണ്ടേ. നമ്മുടെ കൊടുമുടികൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന 2-3 പേര് പറഞ്ഞേ. കൊടുമുടികൾ എവറസ്റ്റ്, മൗണ്ട് കേറ്റു, കാഞ്ചൻജംഗ, നന്ദാദേവി, നംഗപർവ്വത്, ഇങ്ങനെയല്ലേ ഓർമ്മ വരുന്നേ? ഇതില് 2ാമത്തെ ആളൊഴിച്ച് ബാക്കി എല്ലാവരും ഹിമാലയത്തിലെ ഹിമാദ്രിയിൽ കിടക്കുക. ആരാ 2ാമത്തെ ആള്? മൗണ്ട് കേറ്റു. മൗണ്ട് കേറ്റു അഥവാ ഗോഡ്വിൻ ആസ്റ്റിൻ കിടക്കുന്നത് കാറക്കോറം മലനിരയിലാണ്. മൗണ്ട് കേറ്റു അഥവാ ഗോഡ്വിൻ ആസ്റ്റിൻ കിടക്കുന്നത് ഏതാണ്? കാറക്കോറം. ലഡാക്ക്, സസ്കർ എന്നൊക്കെ കേട്ടിട്ടില്ലേ? അപ്പം കാറക്കോറം, ട്രാൻസ് ഹിമാലയത്തിലെ കാറക്കോറം മലനിരയിൽ. പക്ഷേ എവറസ്റ്റ്, കാഞ്ചൻജംഗ, നന്ദാദേവി, നംഗപർവ്വത് ഇതൊക്കെ ഹിമാലയത്തിലെ ഏത് ഭാഗത്താണ്? ഹിമാദ്രിയിലാണ് കിടക്കുന്നത്. ഹിമാലയത്തിലെ ഏത് ഭാഗത്ത്? ഹിമാലയത്തിന്റെ നട്ടല്ലാരാ? ഹിമാദ്രിയ. ഈ ഹിമാദ്രിയിലാണ് എവറസ്റ്റ്, കാഞ്ചൻജംഗ, നന്ദാദേവി, നംഗപർവ്വത് അല്ലേ. ഈ കാഞ്ചൻജംഗ പരീക്ഷയ്ക്ക് ഒരു ചോദ്യം ഉണ്ടായിരുന്നത്, അതായത് കൊടുമുടിയുടെ ശൃംഗത്തിൽ ചവിട്ടരുത് എന്ന വ്യവസ്ഥയോടുകൂടി കയറ്റിവിടുന്ന കൊടുമുടി ഏത്? കൊടുമുടിയുടെ ശൃംഗത്തിൽ ചവിട്ടരുത് എന്ന വ്യവസ്ഥയോടുകൂടി കയറ്റിവിടുന്നതും കാഞ്ചൻജംഗയാണ്. മറന്നുപോരുത്. കാഞ്ചൻജംഗ ഏത് സ്റ്റേറ്റിലാണ്? കാഞ്ചൻജംഗ സിക്കിമിലാണ് കേട്ടോ. നന്ദാദേവി ഉത്തരാഖണ്ഡിലാണ്. നന്ദാദേവി പർവ്വതം എവിടെയാണ്? കൊടുമുടി ഉത്തരാഖണ്ഡിലാണ്. എവറസ്റ്റ് നേപ്പാളിലാണെന്ന് അറിയാം. അപ്പം മൗണ്ട് കേറ്റു അഥവാ ഗോഡ്വിൻ ആസ്റ്റിൻ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. പക്ഷെ ഒരു സ്റ്റേറ്റിലല്ല, പാക് അധിനിവേശ കാശ്മീരിൽ കിടക്കുന്നത് കൊണ്ടാണ് മൗണ്ട് കേറ്റു. 86-11 ഇതിൻ്റെ ഉയരം. 86-11 മീറ്റർ ആണ് ഇതിൻ്റെ ഉയരം എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ മൗണ്ട് കേറ്റു അഥവാ ഗോഡ്വിൻ ആസ്റ്റിൻ്റെ ഉയരം. അപ്പം എവറസ്റ്റ് ഒക്കെ കിടക്കുന്നത് ഹിമാദ്രിയിലാണ്. അതൊരു കൺഫ്യൂസിംഗ് ആണ്. ഈ ഹിമാലയൻ പൊതുവെ പ്രാദേശികമായിട്ട് 3, ചുമ്മാ ഹിമാലയം എന്ന് പറയാൻ പറ്റില്ലല്ലേ, നമുക്ക് ഹിമാലയത്തെ 3 തിരിക്കാണ്. ഹിമാലയത്തെ 3, പടിഞ്ഞാറൻ, മധ്യ, കിഴക്കൻ. ഹിമാലയത്തെ 3 തിരിക്കാം. പടിഞ്ഞാറൻ ഹിമാലയം, മധ്യ ഹിമാലയം, കിഴക്കൻ ഹിമാലയം എന്ന് 3 തിരിക്കാം. ഇവയെ വേർതിരിക്കുന്നത് ഈ 2 നദികൾ വീതം. അത് സ്കൂൾ ടെസ്റ്റിൽ പ്രത്യേകം കൊടുത്തിട്ടുണ്ട്. ഇത് പഠിച്ചേ പറ്റൂ. അപ്പം ഹിമാലയത്തെ 3 തിരിച്ചു. പടിഞ്ഞാറ് ഹിമാലയം, മധ്യ ഹിമാലയം, കിഴക്കൻ ഹിമാലയം. പടിഞ്ഞാറൻ ഹിമാലയവും മധ്യ ഹിമാലയൊക്കെ വേർതിരിക്കുന്നത് നദികളിലൂടെയാണ്.
അത് ഓക്കെ. പടിഞ്ഞാറൻ ഹിമാലയം സിന്ധു നദി കാളി നദിയിലൂടെയാണ് പടിഞ്ഞാറൻ ഹിമാലയം വേർതിരിക്കുന്നത്. കാളി എന്ന് പറയുന്നത് കാഗ്ര നദിയുടെ പോഷക നദിയാണ്. ഇന്ത്യയിലെ ഒരു പ്രശസ്ത നദിയാണ് കാഗ്ര. നമ്മുടെ ഗംഗയുമായി ബന്ധപ്പെട്ട ഒരു നദിയാണ് കാഗ്ര. ഈ കാഗ്രയുടെ പോഷക നദിയെ കാളിയും സിന്ധുവുമായി ബന്ധിപ്പിക്കുന്നതാണ് പടിഞ്ഞാറൻ ഹിമാലയം അല്ലെ. അവിടെ വെച്ച് നമുക്ക് ഹിമാലയത്തിൽ നിന്നും പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഏക ഹിമാലയൻ നദി ഏതാണ്? പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഏക ഹിമാലയൻ നദി നമ്മുടെ സിന്ധുവാണ് അല്ലെ, സിന്ധുവാണ്. അപ്പൊ സിന്ധുവും കാളിയും പടിഞ്ഞാറാണെങ്കിൽ മധ്യ ഹിമാലയം വരുന്ന ഈ കാളിയും ടീസ്റ്റയും തമ്മിൽ ബന്ധിപ്പിക്കുമ്പോഴാണ്. കാളിയും ടീസ്റ്റ നദി, ടീസ്റ്റ നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും വേഗത്തിൽ ഒഴുകുന്ന നദി ടീസ്റ്റ അല്ലേ? ആണ്. ഇന്ത്യയിലെ ഏറ്റവും വേഗത്തിൽ ഒഴുകുന്ന നദി, സിക്കിമിന്റെ ജീവൻ രേഖ എന്നറിയപ്പെടുന്ന നദി, ബ്രഹ്മപുത്രയുടെ പോഷക നദി എന്നറിയപ്പെടുന്ന നദി അല്ലെ. ബ്രഹ്മപുത്രയുടെ പോഷക നദി, സിക്കിമിന്റെ ജീവൻ രേഖ, ഇന്ത്യയിലെ ഏറ്റവും വേഗത്തിൽ ഒഴുകുന്ന നദി എന്നൊക്കെ വിളിക്കുന്നത് ഏതാണ്? ടീസ്റ്റ നദിയാണ്. ഇനി കിഴക്കൻ ഹിമാലയം വേർതിരിക്കുന്നത് ടീസ്റ്റയും ബ്രഹ്മപുത്രയും തമ്മിലാണ്. കിഴക്കൻ ഹിമാലയം വേർതിരിക്കുന്നത് ടീസ്റ്റയും ബ്രഹ്മപുത്രയും, ബ്രഹ്മപുത്രയുടെ പോഷക നദി കൂടിയാണ്. അപ്പൊ ഇതൊന്ന് പഠിച്ചു വെച്ചിരിക്കണേ. അപ്പൊ ഹിമാലയം പ്രാദേശികമായി എത്രയായി തരംതിരിക്കാം? 3ആയിട്ട് തരംതിരിക്കാം. പടിഞ്ഞാറൻ ഹിമാലയം, മധ്യ ഹിമാലയം, കിഴക്കൻ ഹിമാലയം. പടിഞ്ഞാറൻ ഹിമാലയത്തെ സിന്ധുവും കാളിയും വേർതിരിക്കുന്നു. മധ്യ ഹിമാലയത്തെ കാളിയും ടീസ്റ്റയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. കിഴക്കൻ ഹിമാലയത്തെ ടീസ്റ്റയും ബ്രഹ്മപുത്രയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു അല്ലെ. ബ്രഹ്മപുത്ര ഇടി അടുത്ത കാലത്ത് ബ്രഹ്മപുത്രയുടെ ഏറ്റവും വലിയ പോഷക നദിയുടെ പേരാണ് ഏതാ? സുബൻസിരി. ബ്രഹ്മപുത്രയുടെ ഏറ്റവും വലിയ പോഷക നദിയുടെ പേരെന്താണ്? സുബൻസിരി കേട്ടോ. സുബൻസിരി, രോഹിത്, മാനസ്, ടീസ്റ്റ. അപ്പൊ സുബൻസിരി, രോഹിത്, മാനസ്, ടീസ്റ്റ ഇതൊക്കെ നമ്മുടെ ബ്രഹ്മപുത്രയുടെ പോഷക നദി. അതിൽ വലുത് സുബൻസിരിയാണ്. ഗംഗയുടെ ഏറ്റവും വലിയ പോഷക നദി യമുനയാണ്. ഗംഗയുടെ ഏറ്റവും വലിയ പോഷക നദി ഏതാണ്? യമുന, സോൺ നദി, കാഗ്ര ഇതൊക്കെ യമുനയുടെ പോഷക നദികളാണ് അല്ലെ. ഗംഗയുടെ പോഷക നദികളാണ്. സിന്ധുവിന്റെ ഏറ്റവും വലിയ പോഷക നദി ചിനാബാണ്. സിന്ധുവിന്റെ ഏറ്റവും വലിയ പോഷക നദി ഏതാ? ചിനാബ്. ഇന്ത്യയിലൂടെ ഒഴുകുന്നതിൽ ഏറ്റവും നീളം കൂടിയ പോഷക നദി എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. അത് സത്ലജാണ് ഉത്തരം കൊടുത്തിരുന്നത് കേട്ടോ. അപ്പൊ പടിഞ്ഞാറൻ ഹിമാലയം സിന്ധുവും കാളിയും, മധ്യ ഹിമാലയം കാളിയും ടീസ്റ്റയും, കിഴക്കൻ ഹിമാലയം ടീസ്റ്റയും ബ്രഹ്മപുത്ര. ബ്രഹ്മപുത്രയുടെ ഏറ്റവും വലിയ പോഷക നദി ഏതാ? ബ്രഹ്മപുത്രയുടെ ഏറ്റവും വലിയ പോഷക നദി സുബൻസിരിയാണ് അല്ലെ. ഇനി മുംബൈയിലെ 2 ചുരങ്ങൾ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. മുംബൈയിലെ 2 ചുരങ്ങൾ ഇത് നമ്മളെ സ്കൂൾ ടെസ്റ്റുകളിൽ ഇപ്പൊ പുതിയതായിട്ട് പരീക്ഷയ്ക്ക് ഇപ്പൊ ചോദിക്കുകയും ചെയ്തു. താൽക്കട്ട് ചുരവും ബോർക്കട്ട് ചുരവും. മുംബൈയുമായി ബന്ധിപ്പിക്കുന്ന 2 ചുരങ്ങളാണ് താൽക്കട്ട് ചുരവും ബോർക്കട്ട് ചുരവും. നാസിക്കിനെ മുംബൈയുമായി ബന്ധിപ്പിക്കുന്നത് താൽക്കട്ട് ചുരമാണെങ്കിൽ പൂനെയെ മുംബൈയുമായി ബന്ധിപ്പിക്കുന്നത് ബോർക്കട്ട് ചുരമാണ്. നാസിക്കിനെ മുംബൈയുമായി ബന്ധിപ്പിക്കുന്നത് ഏതാണ്? അതേതെന്ന് ചോദിച്ചാൽ താൽക്കട്ട് ചുരം. പൂനെയെ മുംബൈയുമായി ബന്ധിപ്പിക്കുന്നത് ബോർക്കട്ട് ചുരമാണ്. അപ്പൊ മുംബൈയുമായി ബന്ധിപ്പിക്കുന്ന 2 ചുരങ്ങളുടെ പേര് പറഞ്ഞേ. താൽക്കട്ടും ബോർക്കട്ടും. നാസിക് മുംബ താൽക്കട്ട്, പൂന മുംബൈ ബോർക്കട്ട്. കിട്ടുമല്ലോ. അതും രണ്ടും കൺഫ്യൂസിങ് ഫാക്ട്സ് ആയിട്ട് പഠിച്ചു വെച്ചിരിക്കണം. ഇനി ആ സ്കൂൾ ടെസ്റ്റിലെ 9ാം ക്ലാസ് സ്കൂൾ ടെസ്റ്റിൽ കിടക്കുന്ന ഒരു ഇതാണ് ഭൗമ സൂചിക പദവി ലഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ ഉൽപ്പന്നത്തിന്റെ പേര്. ഭൗമ സൂചിക പദവി ലഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ ഉൽപ്പന്നമാണ് ഡാർജിലിംഗ് തേയില. ഡാർജിലിംഗ് തേയിലയാണ് ആദ്യത്തെ ഉൽപ്പന്നം. തേയില ഇന്ത്യയിൽ കൊണ്ടുവന്നത് ബ്രിട്ടീഷുകാരാണ്. ഇന്ത്യയിൽ കൊണ്ടുവന്നത് ആരാണ്? ബ്രിട്ടീഷുകാരാണ്. അതുപോലെ ഈ തേയില കൃഷിക്ക് അനുയോജ്യമായ ഭൂരൂപമാണ് ഡുവാർ രൂപങ്ങൾ എന്ന് വിളിക്കുന്നത്. അതും സ്കൂൾ ടെസ്റ്റിൽ കിടപ്പുണ്ട്. തേയില കൃഷിക്ക് അനുയോജ്യമായ ഭൂമിശാസ്ത്രപരമായ ഘടകത്തെ വിളിക്കുന്ന പേരെന്താണ്? ഡുവാർ രൂപങ്ങൾ. അപ്പോൾ ഇന്ത്യയിലെ ഭൗമസൂചിക പദവി ലഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ ഉൽപ്പന്നം ഡാർജിലിംഗ് തേയിലയാണ്. തേയില കൃഷി ഇന്ത്യയിൽ കൊണ്ടുവന്നത് ബ്രിട്ടീഷുകാരാണ്. ഏറ്റവും കൂടുതൽ ലോകത്ത് തേയില ഉൽപ്പാദിപ്പിക്കുന്നത് ആരാ? ലോകത്ത് ഏറ്റവും കൂടുതൽ തേയില ഉൽപ്പാദിപ്പിക്കുന്നത് ചൈനയാണ്. ചൈനക്കാരാണ് തേയിലയിൽ 1ാം സ്ഥാനത്ത്. ഇന്ത്യയിൽ ആരാണ് തേയില ഏറ്റവും കൂടുതൽ? ഇന്ത്യയുടെ ടീ സംസ്ഥാനം എന്നറിയപ്പെടുന്നത് തന്നെ അസം അല്ലേ. ഇന്ത്യയുടെ ടീ സംസ്ഥാനം എന്ന് വിളിക്കുന്നത് തന്നെ അസം. കേരളത്തിൽ തേയില ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് ഇടുക്കിക്കാരാണ്. കേരളത്തിൽ തേയില ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് ഇടുക്കി. അപ്പം ഈ ലോകത്ത് ചൈന, ഇന്ത്യയിൽ തേയില, ഇന്ത്യയുടെ തേയിലത്തോട്ടം, ഇന്ത്യയുടെ ടീ ആകൃതിയിലുള്ള സംസ്ഥാനം എന്നൊക്കെ നമ്മൾ വിളിക്കുന്നത് അസാമിനെയാണ്. കേരളത്തിൽ തേയില ഏറ്റവും കൂടുതൽ ഇടുക്കിയിലാണ്. കേരളത്തിൽ തേയില ഏറ്റവും കൂടുതൽ. അപ്പൊ അതൊന്ന് പഠിച്ചു വെച്ചിരിക്കണം. തേയില ഇന്ത്യയിൽ ആരംഭിച്ചത് ആരാണ്? തേയില കൃഷി ആരംഭിച്ചത് ബ്രിട്ടീഷുകാരാണ് അല്ലെ. ഭൗമ സൂചിക പദവി ലഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ ഉൽപ്പന്നം ഏതാ? ഏത് തേയില? ഡാർജിലിംഗ് തേയില. ഏറ്റവും പ്രധാന 2 കാപ്പിക്കുരുവിന്റെ പേര് പരീക്ഷയ്ക്ക് ചോദിക്കാറില്ലേ? കാപ്പിക്കുരു ഏതാ? അറബിക്ക, റോബസ്റ്റ. അറബിക്ക, റോബസ്റ്റ എന്നിവ ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്ത കാപ്പിക്കുരുവിന്റെ പേരാണ് അല്ലെ. ലോകത്ത് ഏറ്റവും കൂടുതൽ കാപ്പി ഉൽപ്പാദിപ്പിക്കുന്നത് ബ്രസീലാണ് അല്ലെ. കാപ്പി ഉൽപ്പാദിപ്പിക്കുന്നത് ബ്രസീല്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാപ്പി ഉൽപ്പാദിപ്പിക്കുന്നത് കർണാടകയിലെ. ഇന്ത്യയിൽ ഏറ്റവും
ഏറ്റവും കൂടുതൽ കാപ്പി ഉൽപ്പാദിപ്പിക്കുന്നത് കർണാടക. പിന്നെ ഏതാണ്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാപ്പി ഉൽപ്പാദിപ്പിക്കുന്നത് വയനാട്ടിലാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാപ്പി ഉൽപ്പാദിപ്പിക്കുന്നത്. അതൊന്ന് പഠിച്ചു വെച്ചിരിക്കണേ. ഇനി ഹിമാലയത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികൾ പർവ്വത നിരകൾക്ക് കുറുകെ നിർമ്മിക്കുന്ന ആഴമേറിയതും ചെങ്കുത്തായ വശങ്ങളോട് കൂടിയമായ താഴ്വരകളെ വിളിക്കുന്ന പേരാണ് ഗിരികന്ധരങ്ങൾ. ചിലപ്പോൾ ഇങ്ങനെയുള്ളതൊക്കെ ചോദിക്കാം കേട്ടോ. ഗിരികന്ധരങ്ങൾ എന്താണ്? അതായത് പർവ്വതത്തിന് കുറുകെ ആഴമേറിയതും ചെങ്കുത്തായ വശങ്ങളോട് കൂടിയ താഴ്വരകളെ വിളിക്കുന്ന പേര് ഗിരികന്ധരങ്ങൾ. ഈ ഗിരികന്ധരങ്ങൾ സൃഷ്ടിക്കുന്നത് ഹിമാലയത്തിലെ 3 നദികളാണ്. അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ സിന്ധു ഉണ്ട്, ഗംഗയുണ്ട്, ബ്രഹ്മപുത്രയല്ല സത്ലജ്. ചിലവർ ബ്രഹ്മപുത്ര എന്ന് പഠിച്ചു വെക്കും. അല്ല, സിന്ധു, ഗംഗ, സത്ലജ് ആണ്. അപ്പൊ ഇന്ത്യയിൽ ഗിരികന്ധരങ്ങൾ സൃഷ്ടിക്കുന്ന നദികൾ ഏതൊക്കെയാണ്? സിന്ധു, ഗംഗ, സത്ലജ് നദികളാണ്. അതൊന്ന് പഠിച്ചു വെച്ചിരിക്കണേ. അതും ആ ചാപ്റ്ററിലെ 1ാമത്തെ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ്. ഇനി ഇന്ത്യയിലെ ഒരു പ്രശസ്ത തടാകത്തെക്കുറിച്ച് നമുക്ക് പറയാടെ. ഇന്ത്യയിലെ പ്രശസ്തമായ മടക്ക് പർവ്വതത്തെക്കുറിച്ച് പറയാം. ഇന്ത്യയിലെ അല്ല, ലോകത്തിലെ മടക്ക് പർവ്വതങ്ങളെക്കുറിച്ച് അവരൊരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. പ്രശസ്ത മടക്ക് പർവ്വതങ്ങളുടെ പേര് ഏത് ഭൂഖണ്ഡത്തിലാണെന്ന് പഠിക്കണം. ഏഷ്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മടക്ക് പർവ്വതമാണ് ഹിമാലയം. നമ്മുടെ ഹിമാലയം ഏത് പർവ്വതത്തിന് ഉദാഹരണ? മടക്ക് പർവ്വതം, ഫോൾഡ് മൗണ്ടൻസ്. മടക്ക് പർവ്വതമുണ്ട്, അവശിഷ്ട പർവ്വതമുണ്ട്, കണ്ടപർവ്വതങ്ങളുണ്ട്. അതിൽ മടക്ക് പർവ്വതത്തിന് ഉദാഹരണം നമ്മുടെ ഏഷ്യയിലെ ഹിമാലയം, യൂറോപ്പിലെ ആൽസ്, വടക്കേ അമേരിക്കയിലെ റോക്കീസ്, തെക്കേ അമേരിക്കയുടെ ആൻഡീസ്. കേട്ടോ, വടക്കേ അമേരിക്കയുടെ റോക്കീസും തെക്കേ അമേരിക്കയുടെ ആൻഡീസുമാണ് ഏതെന്ന് പറയുന്നത് പ്രധാനപ്പെട്ട 4 മടക്ക് പർവ്വതങ്ങൾ. അപ്പം വടക്കേ അമേരിക്കയുടെ റോക്കീസും തെക്കേ അമേരിക്കയുടെ ആൻഡീസുമാണ്. അപ്പൊ ഏഷ്യയുടെ ഹിമാലയം, യൂറോപ്പിലെ ആൽസ്, വടക്കേ അമേരിക്കയുടെ റോക്കീസ്, തെക്കേ അമേരിക്കയുടെ ആൻഡീസ്. കിട്ടുമല്ലോ? അത് നല്ലൊരു ക്വസ്റ്റ്യനാണ്. ഇനി ലോകത്തിലെ ഏറ്റവും വലുതും പ്രായം കുറഞ്ഞതുമായ മടക്ക് പർവ്വതം നമ്മുടെ ഹിമാലയം തന്നെയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ മടക്ക് പർവ്വതം, ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞത്, അതായത് പുതിയതായിട്ടുണ്ടായതും ഹിമാലയം തന്നെയാണ്. ഇനി ബലക അതിരുകളെ കേട്ടിട്ടുണ്ടോ? ബലക അതിരുകൾ, സംയോജക സീമ, വിയോജക സീമ, ഛേദക സീമ എന്നൊക്കെ കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ജിയോഗ്രഫിയിൽ പഠിക്കും. അതായത് ബലകങ്ങൾ തമ്മിൽ അടുക്കുന്നത് സംയോജന സീമ, ബലകങ്ങൾ തമ്മിൽ അകലുന്നത് വിയോജക സീമ, ബലകങ്ങൾ തമ്മിൽ ഉരസി മാറുന്നത് ഛേദക സീമ. ഇതാണ് നമ്മുടെ ഫലകങ്ങൾ. ഈ ബലകങ്ങളിലെ അതിരുകായ സംയോജക സീമകളിലാണ് മടക്ക് പർവ്വതം വരുന്നത്. കേട്ടോ, അപ്പൊ മടക്ക് പർവ്വതം രൂപം കൊള്ളുന്നത് ഏത് അതിരാണെന്ന് ചോദിച്ചാൽ ഏത് അതിരാണ്? സംയോജക സീമ. ഫലകാതിരായ സംയോജക സീമയിൽ ഏത് വരുന്നു? മടക്ക് പർവ്വതങ്ങൾ വരുന്നു. അപ്പൊ 4 മടക്ക് പർവ്വതങ്ങളുടെ പേര് പറ. ഏഷ്യയിലെ ഹിമാലയം, യൂറോപ്പിലെ ആൽസ്, വടക്കേ അമേരിക്കയുടെ റോക്കീസ്, തെക്കേ അമേരിക്കയുടെ ആൻഡീസ്. അത് നല്ലൊരു പോയിന്റ് ആയിരുന്നു. ആ ചാപ്റ്ററിൽ നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കേണ്ടത്. ഓക്കെ, അടുത്തത് സിന്ധു നദിയെ കുറിച്ച് അവർ പറയുന്നുണ്ട്. സിന്ധു നദിയുടെ ഉത്ഭവം എവിടെയെന്ന് ചോദിച്ചാൽ ടിബറ്റിലെ മാനസ സരോവർ തടാകത്തിനടുത്തുള്ള ബൊഗർച്ചു ഹിമാനിയിൽ നിന്നാണ്. ബൊഗർച്ചു ഹിമാനി, മാനസ സരോവർ. ലോകത്തിലെ പരിശുദ്ധ തടാകം എന്ന് വിളിക്കുന്നത് മാനസ സരോവർ തടാകമാണ്. ലോകത്തിലെ പരിശുദ്ധ തടാകം എന്ന് വിളിക്കുന്നത് ഏതാണ്? മാനസ സരോവർ തടാകമാണ്. അപ്പം ഈ മാനസ സരോവർ തടാകത്തിനടുത്തുള്ള ബൊഗർച്ചു ഹിമാനിയിൽ നിന്നാണ് ആര് വരുന്നത്? നമ്മുടെ സിന്ധു നദി വരുന്നത്. ബ്രഹ്മപുത്ര അവിടെ നിന്നാ. മാനസ സരോവർ തടാകത്തിനടുത്തുള്ള ചൊമയുങ് ദുങ് ഹിമാനി എന്ന് കേട്ടിട്ടില്ലേ? ചൊമയുങ് ദുങ് ഹിമാനിയിൽ നിന്നാണ് ആര് വരുന്നത്? അത് ബ്രഹ്മപുത്ര വരുന്നത്. ഇത് ബൊഗർച്ചു ഹിമാനിയിൽ നിന്നാണ് ആര് വരേണ്ടത്? സിന്ധു നദി വരുന്നത്. അപ്പോൾ ഹിമാലയത്തിലെ ടിബറ്റിലെ മാനസ സരോവർ തടാകത്തിനടുത്തുള്ള ബൊഗർച്ചു ഹിമാനിയിൽ നിന്നും സിന്ധു നദി വരുന്നു. സിന്ധു പാകിസ്ഥാനിലേക്ക് പ്രവേശിക്കുന്നത് ചില്ലാർ എന്ന സ്ഥലത്ത് നിന്നാണ്. ഇതും ചോദിച്ചിട്ടുണ്ട്. സിന്ധു ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് പ്രവേശിക്കുന്നത് എവിടെ നിന്നാണ്? ചില്ലാർ എന്ന പ്രദേശത്താണ്. സിന്ധു നദി ഒഴുകുന്ന ഏക ഇന്ത്യൻ പട്ടണം ലഡാക്ക്. അപ്പൊ ലഡാക്കിനെ ചുറ്റി ഒഴുകുന്ന ഇന്ത്യയുടെ നദി ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? സിന്ധു നദി ഒഴുകുന്ന ഇന്ത്യയിലെ ഏക പ്രദേശം ഏതാണ്? അത് ലഡാക്ക് ആണ്. ഇന്ത്യയിലെ ഏക പ്രദേശം ഏതെന്ന് ചോദിച്ചിട്ടുണ്ട്. പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഏക ഹിമാലയൻ നദിയും സിന്ധു അല്ലേ? ആണ്. ബാക്കി എല്ലാം കിഴക്കോട്ടാ, അതായത് ബംഗാൾ ഉൾക്കടലിൽ പതിക്കും. പക്ഷേ സിന്ധു പോയി പതിക്കുന്നത് എവിടാണ്? സിന്ധു പോയി പതിക്കുന്നത് അറബിക്കടലില. സിന്ധുവിന്റെ പ്രധാന പോഷക നദികൾ കണ്ടോ? ചലം, ചിനാവ്, രവി, ബിയാസ്, സത്ലജ്.
സിന്ധുവിന്റെ പ്രധാന 5 നദികൾ എന്ന് പറയാറില്ലേ, പഞ്ചാബിലെ 5 നദികൾ ചലം, ചിനാബ്, രവി, സത്ലജ്, ബിയാസ്. അത് തന്നെ സിന്ധുവിന്റെ പോഷക നദികൾ, ചലം, ചിനാബ്, രവി, ബിയാസ്, സത്ലജ് അല്ലേ. ഇനി ഈ സിന്ധുവിന്റെ കിഴക്കോട്ടൊഴുകുന്ന പോഷക നദികൾ സത്ലജും ബിയാസും രവിയാണ് കിഴക്കോട്ട് വരുന്നത്. വടക്ക് നിന്ന് പടിഞ്ഞാറോട്ട് ഒഴുകുന്നത് ചിനാബും ചലവുമാണ്. അപ്പം സിന്ധുവിന്റെ കിഴക്കോട്ടൊഴുകുന്ന പോഷക നദികൾ ഏതൊക്കെയാണ്? ഏറ്റവും പ്രധാനം സത്ലജാണ് കിഴക്കോട്ട്. പക്ഷെ ബുക്കുകളിൽ നമുക്ക് സ്വാഭാവികമായിട്ട് സത്ലജും ബിയാസും രവിയും കിഴക്കോട്ട് വരുന്നു, പടിഞ്ഞാറോട്ട് വരുന്നത് ചിനാബും സത്ലജും. ഒരു പരീക്ഷയ്ക്ക് ഇത് ചോദിച്ചായിരുന്നു കിഴക്കോട്ട്, പക്ഷെ അതൊക്കെ ക്യാൻസൽ ചെയ്ത ക്വസ്റ്റ്യൻ. ഏറ്റവും പ്രധാനം സത്ലജേ ഉള്ളെന്ന്. എന്നാലും നിങ്ങൾ ഇത് പഠിച്ചു വെച്ചിരിക്കുക. സിന്ധുവിന്റെ കിഴക്കോട്ട് ഒഴുകുന്നത് സത്ലജ്, ബിയാസ്, രവി. വടക്ക് നിന്ന് പടിഞ്ഞാറോട്ട് വരേണ്ടത് ചിനാബും ചലവുമാണ്. സിന്ധുവിന്റെ ഏറ്റവും വലിയ പോഷക നദി ചിനാബാണ്. സിന്ധുവിന്റെ ഏറ്റവും വലുത് ഏതാണ്? ചിനാബ്. ഏറ്റവും ചെറുത് ഏതാണെന്ന് അറിയാമോ? ഏറ്റവും ചെറുത് ബിയാസ് ആണ്. സിന്ധുവിന്റെ ഏറ്റവും വലിയ പോഷക നദി ചിനാബും ഏറ്റവും ചെറുത് ഏതാണ്? ഏറ്റവും ചെറിയ പോഷക നദി ബിയാസുമാണ് നമ്മൾ പറയേണ്ടത്. ഇന്ത്യയിലൂടെ ഒഴുകുന്നതിലും ഏറ്റവും നീളം കൂടിയതുമായ സിന്ധുവിന്റെ പോഷക നദിയാണ് സത്ലജ് കേട്ടോ. ഏറ്റവും നീളം കൂടിയ സിന്ധുവിന്റെ പോഷക നദി ഏതാണ്? സത്ലജ്. അപ്പോൾ ഏറ്റവും വലുത് ചിനാബ്, ഏറ്റവും ചെറുത് ബിയാസ്, നീളം കൂടിയതിൽ ഏറ്റവും വലുത് ഏതാണ്? സത്ലജ് ആണ് അല്ലേ. പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന സിന്ധുവിന്റെ പോഷക നദി ബിയാസ് ആണ്. പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന സിന്ധുവിന്റെ പോഷക നദി ഏതാ? ബിയാസ്. നമ്മൾ പഠിച്ചിട്ടില്ലേ, ഈ ഹിമാചൽ പ്രദേശിലെ കുളു മണാലി താഴ്വരകളിലൂടെ ഒഴുകുന്ന നദി ബിയാസ് അല്ലേ. കുളു മണാലി താഴ്വരകളിലൂടെ ഒഴുകുന്ന നദി ഏതെന്ന് ചോദിച്ചാലും ബിയാസ് ആണ് പറയേണ്ടത്. ഇനി പ്രധാനപ്പെട്ട ആ സിന്ധുവിന്റെ പോഷക നദികളുടെ അണക്കെട്ടുകൾ കണ്ടോ. ബക്രാനങ്കൽ അണക്കെട്ട് സിന്ധുവിന്റെ പോഷക നദിയായ സത്ലജ് നദിയിലാണ്. ബക്രാനങ്കൽ ഏതാണ്? സത്ലജ്. പോങ് അണക്കെട്ട് ബിയാസ് കേട്ടോ. ഹിമാചൽ പ്രദേശിലെ ഒരു പ്രധാന അണക്കെട്ടാണ് പോങ് അണക്കെട്ട്, അത് ബിയാസ്. രഞ്ജിത് സാഗർ അണക്കെട്ട് മറന്നു പോരുതേ. തെയ്ൻ അണക്കെട്ട് എന്നൊരു മറ്റൊരു പേരും കൂടെ ഉണ്ട്, തെയ്ൻ അണക്കെട്ട് അഥവാ രഞ്ജിത് സാഗർ അണക്കെട്ട് രവി നദിയിലാണ്. ബക്രാനങ്കൽ അണക്കെട്ട് സത്ലജ്, പോങ് അണക്കെട്ട് ബിയാസ്, അതുപോലെ രഞ്ജിത് സാഗർ അണക്കെട്ട് രവി. ബെഗ്ലിഹാർ അണക്കെട്ട് ചിനാബ്. ഇത് രണ്ടും പഠിച്ചു വെച്ചിരിക്കുക. ബെഗ്ലിഹാറും ദുൽഹസ്തി പവർ പ്രോജക്റ്റും ചിനാബ് ജമ്മു കാശ്മീരിലാണ് കേട്ടോ. ജമ്മു കാശ്മീരിലാണ് ഇത് രണ്ടും. ബെഗ്ലിഹാർ അണക്കെട്ട്, ദുൽഹസ്തി പവർ പ്രോജക്റ്റ് ഉറപ്പ് പഠിച്ചു വെച്ചിരിക്കുക. ചിനാബ് നദിയിലാണ്. അതുപോലെ ജമ്മു കാശ്മീർ വേറൊരു 2 എണ്ണം ഉണ്ടേ. ഇത് നോക്കേ, ഉറി പവർ പ്രോജക്റ്റും കിഷൻഗംഗ പവർ പ്രോജക്റ്റും ചലം നദിയിലാണ്. ചലം നദി കേട്ടോ. ഉറി പവർ പ്രോജക്റ്റും കിഷൻഗംഗ പവർ പ്രോജക്റ്റും ഏതാ? ചലത്തിലും. ചിനാബ് നദിയിൽ ഏതൊക്കെയാണ്? ചിനാബ് നദിയിൽ നമ്മൾ പറഞ്ഞത് ബെഗ്ലിഹാറും ദുൽഹസ്തിയും. സെറ്റാണ്. അപ്പം ബിയാസ് പോങ് അണക്കെട്ട് ബിയാസ്, പക്രാനങ്കൽ അണക്കെട്ട് സത്ലജ്, രഞ്ജിത് സാഗർ അഥവാ തെയ്ൻ അണക്കെട്ട് രവി നദിയിൽ. നല്ല കുറേ പോർഷനാണ്, ഇതൊന്ന് പഠിച്ചു വെച്ചിരിക്കണേ. ജമ്മു കാശ്മീരിലൊന്ന് പറഞ്ഞ് ഉറിയും കിഷൻഗംഗയും ചലം നദിയിൽ. ഉറി, കിഷൻഗംഗ, ചലം. മറ്റേതായിരുന്നു ചോദിച്ചാൽ നമ്മൾ വേറെ 2 എണ്ണം പഠിച്ചായിരുന്നല്ലോ, ഉറിയും കിഷൻഗംഗയും. പിന്നെ 2 എണ്ണം നമ്മൾ പഠിച്ചത് ദുൽഹസ്തി പവർ പ്രോജക്റ്റും ബെഗ്ലിഹാറും ചിനാബ് നദിയിൽ കേട്ടോ. ഏറ്റവും വലുത് ചിനാബാണ്. ഏറ്റവും ചെറുതേതായിരുന്നു? ബിയാസ്. കുളു മണാലി താഴ്വരകളിലൂടെ ഒഴുകുന്ന നദി ഏതാ? ബിയാസ് ആണ്. കുളു മണാലി താഴ്വരകളിലൂടെ ഒഴുകുന്ന നദി ഏതെന്ന് ചോദിച്ചാലും ബിയാസ് ആണ്. അടുത്ത നോക്കിയടെ, ഇനി എവറസ്റ്റ് ഒന്നാമത്തെ ചാപ്റ്ററിൽ കിടക്കുന്നതാണ്. ഇന്ത്യയിലെ ലോകത്ത് ആദ്യമായിട്ട് എവറസ്റ്റ് കൊടുമുടി കയറിയത് എന്ന്? 1953 മെയ് 29. 1953 മെയ് 29 ലോകത്ത് ആദ്യമായിട്ട് എവറസ്റ്റ് കൊടുമുടി കീഴടങ്ങിയത്. അതുകൊണ്ട് മെയ് 29 എവറസ്റ്റ് ദിനം കേട്ടോ. എവറസ്റ്റ് ദിനം എന്നാണ്. മെയ് 29 എവറസ്റ്റ് ദിനം എന്ന് പറയുന്നത്. മെയ് 29. ടെൻസിംഗ് നോർഗയും എഡ്മണ്ട് ഹിലാരിയുമാണ് ആദ്യമായിട്ട് എവറസ്റ്റ് കീഴടക്കിയത്. ടെൻസിംഗ് നോർഗയും എഡ്മണ്ട് ഹിലാരിയുമാണ് ലോകത്ത് ആദ്യമായിട്ട് എവറസ്റ്റ് കീഴടക്കിയത്. എവറസ്റ്റ് ദിനം എന്ന മെയ് 29. ഈ ടെൻസിംഗ് നോർഗയുടെ ഒരു വാചകമാണ്, പർവ്വതങ്ങൾ പ്രതിസന്ധികളല്ല മറിച്ച് പുറം ലോകത്തേക്കുള്ള കവാടങ്ങളാണ്. ആരുടെ വാചകം എന്ന്? ടെൻസിംഗ് നോർഗയുടെ ഒരു പ്രശസ്ത വാചകമായിരുന്നു കേട്ടോ. എവറസ്റ്റ് ഏത് രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത്? നേപ്പാളിലാണ്. നേപ്പാളിൽ എവറസ്റ്റിന്റെ പേരെന്താ? സാഗർമാത എന്ന. ടിബറ്റിൽ ചോമോലുങ്മ എന്നാണ് വിളിക്കുന്നത്. നേപ്പാളിൽ സാഗർമാത എന്ന് വിളിച്ചാൽ ടിബറ്റിൽ ഏതാണ്? ചോമോലുങ്മ എന്ന് അറിയപ്പെടുന്നു. എവറസ്റ്റ് ഹിമാലയത്തിലെ ഹിമാദ്രി പർവ്വതനിരയുടെ ഭാഗമാണ്. അത് നേരത്തെ ഞാൻ പറഞ്ഞു, ഓർമ്മയുണ്ടോ? നമ്മൾ ആദ്യം പറഞ്ഞില്ലേ, എവറസ്റ്റ്, കാഞ്ചൻജംഗ, നന്ദാദേവി, നംഗപർവ്വത് ഇവരൊക്കെ ഹിമാലയത്തിലെ ഏത് ഭാഗത്താണ്? ഹിമാദ്രി. 8848 മീറ്റർ കേട്ടോ. 8848 മീറ്റർ ആണ് ഉയരം. പക്ഷെ ഇപ്പോൾ ഒരു കണക്കനുസരിച്ച് 8848
48.86 മീറ്റർ, അല്ലെങ്കിൽ 2929 അല്ലെ 2931.69 അടി എന്നും കൂടെ വേണമെങ്കിൽ ഒന്ന് പഠിച്ചു വെച്ചിരിക്കുക. ഇപ്പൊ ഏറ്റവും കറക്റ്റ് ഇതാണ്. പക്ഷെ പരീക്ഷയ്ക്കൊക്കെ 88-48 സാധാ ഒരു ലാസ്റ്റ് ഗ്രേഡ് പരീക്ഷയ്ക്കൊക്കെ ചോദിച്ചു കണ്ടിട്ടുള്ളത്, ഓർത്ത് വെച്ചിരിക്കണേ. അപ്പം എവറസ്റ്റ് കൊടുമുടി ആദ്യമായി കീഴടക്കിയത് എന്നാണ് 1953 മെയ് 29. എവറസ്റ്റ് ദിനം എന്ന മെയ് 29 എവറസ്റ്റ് ദിനം എന്നെന്ന് വെച്ചാൽ. അടുത്ത നോക്കെ, അതിലെ ഒന്നാമത്തെ ചാപ്റ്ററിൽ കാണുന്ന മറ്റൊരു പോയിന്റ് ആണ് ഇന്ത്യയിലെ ഒഴുകുന്ന ഒരേ ഒരു ദേശീയ പാർക്ക് ഏത്? ഇന്ത്യയിൽ ഒഴുകുന്ന ഒരേ ഒരു ദേശീയ പാർക്കാണ് കെയ്ബുൾ ലഞ്ചാവോ ദേശീയ പാർക്ക്, മണിപ്പൂരിലാണ്. ഇതൊരു തടാകത്തിനകത്താണ്. ഇന്ത്യയിലെ ഒരേ ഒരു ഒഴുകുന്ന ദേശീയ പാർക്ക് ഏതാണ്? കെയ്ബിൾ ലഞ്ചാവോ ദേശീയ പാർക്ക് ഒരു തടാകത്തിലാണ്. അത് ലോക്താക് തടാകം, മണിപ്പൂരിലെ ലോക്താക് തടാകത്തിലാണ്. കെയ്ബിൾ ലഞ്ചാവോ ദേശീയ പാർക്കിൽ സംരക്ഷിക്കുന്ന മൃഗമാണ് സാങ്ഹായി മാനുകൾ. മണിപ്പൂരിന്റെ ഔദ്യോഗിക മൃഗം ഇതാ. മണിപ്പൂരിന്റെ സംസ്ഥാന മൃഗം ഏതെന്ന് ചോദിച്ചാൽ സംഘായി മാനുകളാണ്. അപ്പൊ കെയ്ബിൾ ലഞ്ചാവോ ലോക്താക് തടാകത്തിലാണ്. ലോക്താക് തടാകത്തിലാണ്. ഏത് സ്റ്റേറ്റിലാണെന്ന് ചോദിച്ചാൽ മണിപ്പൂരാണ്. അവിടെ സംരക്ഷിക്കുന്ന മൃഗം ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? അത് സംഘായി മാനുകൾ. പലപ്പോഴും നിങ്ങളുടെ മനസ്സിൽ വന്നതാണ്, സാറേ ഇതെങ്ങനെ ഒരു തടാകത്തിൽ എങ്ങനെ ദേശീയ പാർക്ക് ഉണ്ടാക്കും എന്ന് പറയില്ലേ? അതുകൊണ്ടാണ്. കാരണം ഈ തടാകത്തിലെ സസ്യാവശിഷ്ടങ്ങളൊക്കെ ഉണ്ടല്ലോ, ഈ സസ്യാവശിഷ്ടങ്ങളൊക്കെ നമ്മളെ മണ്ണും ചേർന്ന് ഒരു തുരുത്തായിട്ട് പൊങ്ങിക്കിടക്കും. അപ്പൊ തടാകത്തിൽ പൊങ്ങിക്കിടക്കുന്ന സസ്യാവശിഷ്ടങ്ങളും മണ്ണും ചേർന്ന് എന്തോ ചെയ്യും? തുരുത്തുകളായിട്ട്. ഈ തുരുത്തുകളെ വിളിക്കുന്ന പേരാണ് പുംഡി എന്നറിയപ്പെടുന്നത്. തുരുത്തിനെ വിളിക്കുന്ന പേരെന്താ? പുംഡി. ഈ പുംഡികൾ ചേർന്നാണ് അവിടെ ദേശീയ പാർക്കായി വികസിപ്പിച്ചെടുത്തത്. മനസ്സിലായില്ലേ? അപ്പൊ എന്തായിരുന്നടെ? തടാകത്തിൽ പൊങ്ങിക്കിടക്കുന്ന സസ്യാവശിഷ്ടങ്ങളും മണ്ണുകളും ചേർന്ന് എന്തുണ്ടാവുന്നു? ഒരു തുരുത്തായിട്ട് മാറുന്നു. ഈ തുരുത്തിനെ വിളിക്കുന്ന പേരെന്താ? ഈ പുംഡി തുരുത്ത്. അങ്ങനെ ആ പുംഡി തുരുത്തിലൂടെ എന്ത് ആക്കിയെടുത്തു? അത് ഫുള്ളൊരു ദേശീയ പാർക്കായി മാറി. മനസ്സിലായില്ലേ? അതാണ് നമ്മുടെ ഒഴുകുന്ന ദേശീയ പാർക്ക് എന്ന് വിളിക്കുന്നത്. അപ്പൊ പുംഡി ഓർത്തു വെച്ചിരിക്കണം കേട്ടോ, ഒഴുകുന്ന ദേശീയ പാർക്കായിട്ട് മാറിയത്. അത് നല്ലൊരു ക്വസ്റ്റ്യൻ. ഇനി വടക്ക് കിഴക്കൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം നമ്മുടെ ലോക്താക് തടാകമാണ്. വടക്ക് കിഴക്കൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? ലോക്താക് തടാകം. ഏറ്റവും വലിയ ശുദ്ധജല തടാകം നമ്മുടെ ഏതാ? ജമ്മു കാശ്മീരിലെ വൂളാറാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതെന്ന് ചോദിച്ചാൽ വൂളാറാണ്. ഏറ്റവും വലുത്. രണ്ടാമത്തത് കൊല്ലേരു, ആന്ധ്രാപ്രദേശിലെ കൊല്ലേരു ആണ് രണ്ടാമത്തത്. സ്കൂൾ ടെസ്റ്റിൽ കിടക്കുന്ന ഈ ലോക്താക് തടാകം റാംസാർ പട്ടികയിൽ ഇടം നേടിയത് 1990 ഓഗസ്റ്റ് 23 കേട്ടോ. ഓഗസ്റ്റ് 23 ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഊളാർ തടാകമാണ് കേട്ടോ. അപ്പം വടക്ക് കിഴക്കൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാ? അത് നമ്മുടെ ലോക്താക് തടാകവും. ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാ? അത് നമ്മുടെ ഊളാർ തടാകവും, ജമ്മു കാശ്മീർ. ഏറ്റവും വലിയ രണ്ടാമത്തെ ശുദ്ധജല തടാകം ഏതാണെന്നറിയാമോ? ഏറ്റവും വലിയ രണ്ടാമത്തെ ശുദ്ധജല തടാകം കൊല്ലേരു, ആന്ധ്രാപ്രദേശ്. കൊല്ലേരു, ആന്ധ്ര. ഏറ്റവും വലിയ തടാകം ചിൽക്കയാണ്. ഏറ്റവും വലിയ തടാകം ഒഡീഷയിലെ ചിൽക്കയാണ്. ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന തടാകം സിക്കിമിലെ ചോലാമു തടാകമാണ്. ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന തടാകം ഏതാണ്? സിക്കിമിലെ ചോലാമു തടാകമാണ് ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന തടാകം. അത് നല്ലൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു, പഠിച്ചേ. അപ്പം ലോക്താക് തടാകത്തിലാണ് ഒഴുകുന്ന ദേശീയ പാർക്കായ കെയ്ബുൾ ലഞ്ചാവോ ഉള്ളത് അല്ലെ. അവിടുത്തെ മൃഗം ഏതാ? സംഘായി മാനുകൾ. ഏത് സംസ്ഥാനത്തെ ഔദ്യോഗിക മൃഗമാ സംഘായി മാനുകൾ? മണിപ്പൂരിന്റെ ഔദ്യോഗിക മൃഗം. ഓക്കെ. പടിഞ്ഞാറൻ ഹിമാലയത്തിലെ പർവ്വത പുൽമേടുകളിലെ ഇടേ ജനവിഭാഗങ്ങളെ അറിയപ്പെടുന്നത് ഗുജ്ജാർ എന്നാണ് കേട്ടോ. നമ്മുടെ ഈ പടിഞ്ഞാറൻ ഹിമാലയത്തിലൊക്കെ ഏറ്റവും കൂടുതൽ ഈ മഞ്ഞിനെ അതിജീവിക്കുന്ന ഒരു മൃഗമുണ്ട്, യാക്ക്. കേട്ടിട്ടില്ലേ? ഈ യാക്കിനെയൊക്കെ, അങ്ങനെയുള്ള ആടുവർഗ്ഗങ്ങളെയൊക്കെ നമ്മളെ വളർത്തുന്ന ഇടയന്മാരെ വിളിക്കുന്ന പേരെന്താണ്? ഗുജ്ജാർ. ഇന്ത്യയിൽ ഒരു ഗുജ്ജാർ കലാപം നടന്നിട്ടുണ്ട്. ഗുജ്ജാർ കലാപം നടന്നത് രാജസ്ഥാനിലാണ് അല്ലേ. 2006-09 വരെയൊക്കെ ഗുജ്ജാർ കലാപങ്ങൾ നടന്നത് രാജസ്ഥാനിലാണ്. അതിൻ്റെ നേതാക്കൾ കിരോരി സിംഗും ബൈൻസലും ആണ് കേട്ടോ. ബൈൻസലും ആണ്. അപ്പോൾ ഗുജ്ജാർ കലാപം നടന്ന സംസ്ഥാനം ഏത് എന്ന് ചോദിച്ചാൽ രാജസ്ഥാനാണ് നമ്മൾ പറയുന്നത്. ഓക്കെ. ഇനി നമ്മുടെ 9ാം ക്ലാസ്സിലെ സ്കൂൾ ടെസ്റ്റിലെ ആദ്യത്തെ ചാപ്റ്ററിൽ കിടക്കുന്ന ഒരു പോയിന്റാണ് ഇന്ത്യയെ ടിബറ്റുമായി ബന്ധിപ്പിക്കുന്ന 3 ചുരങ്ങൾ. നേരത്തെ നമ്മൾ മുംബൈയിലെ 2 ചുരങ്ങൾ പഠിച്ചില്ലേ? താൽക്കട്ടും ബോർക്കട്ടും അല്ലെ. നാസിക്കിനെ മുംബൈയുമായി ബന്ധിപ്പിക്കുന്നത് താൽക്കട്ട്, ബോർക്കട്ട് പൂനെയെ മുംബൈയുമായി ബന്ധിപ്പിക്കുന്നത് ബോർക്കട്ട്. ദാ ഇവിടെ നോക്കേ, സിക്കിമിനെ ഇന്ത്യയെ ടിബറ്റുമായി ബന്ധിപ്പിക്കുന്നത്. ഓക്കെ. സിക്കിം ടിബറ്റ്
ടിബറ്റ്, നാദുല ചുരം അല്ലെ, സിൽക്ക് പാത എന്നറിയപ്പെടുന്ന ചുരം നാദുല ചുരം അല്ലേ. അപ്പം ഇന്ത്യ ഏതാണ്? സിക്കിമിനെ ടിബറ്റിനെ നാദുല ചുരം, ഹിമാചൽ പ്രദേശ് ടിബറ്റ് ഷിപ്കില ചുരം, ഉത്തരാഖണ്ഡ് ടിബറ്റ് ലിപ്പ് ലേക്ക് ചുരം, അരുണാചൽ പ്രദേശ് ടിബറ്റ്, ടിബറ്റിലെ ലാസാന്ന് എടുത്തു കൊടുത്തിട്ടുണ്ട്, അത് ബോംഡില ചുരം. ഒന്ന് നോക്കട്ടെ, സിക്കിമിനെ ടിബറ്റുമായി ബന്ധിപ്പിക്കുന്നത് നാദുല ചുരം, അതുപോലെ ഹിമാചൽ പ്രദേശിനെ ടിബറ്റുമായി ബന്ധിപ്പിക്കുന്നത് ഷിപ്കില ചുരം, ഉത്തരാഖണ്ഡിനെ ടിബറ്റുമായി ബന്ധിപ്പിക്കുന്നത് ലിപ്പ് ലേക്ക് ചുരം, അരുണാചൽ പ്രദേശിനെ ടിബറ്റിലെ ലാസയുമായി ബന്ധിപ്പിക്കുന്നത് ബോംഡില ചുരം. അതൊന്ന് ഒരു ബോക്സ് ആക്കി അങ്ങ് പഠിച്ചു വെച്ചിരിക്കണേ, അതങ്ങ് ബോക്സ് ആക്കി പഠിച്ചു വെച്ചിരിക്കുക, അതും ചോദിക്കാം അല്ലെ. ഇനി ലോകത്തെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം നമ്മുടെ ഇന്ത്യയുടെ തന്നെ മൗസിൻഡ്രോം ചിറാപുഞ്ചിയാണ്. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ലോകത്തെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന, ഇപ്പം പരീക്ഷയ്ക്ക് ചോദിച്ച ഈ ക്വസ്റ്റ്യനാ, ഈ മൗസിൻഡ്രോം ചിറാപുഞ്ചിയും ഏത് കുന്നുകളിൽ നിന്നാണ് വരുന്നതെന്ന്. മേഘാലയയിലെ കാസി കുന്ന്, കണ്ടോ, കാസി മാത്രം പഠിച്ചാൽ മതി, കാസി കാരോ എന്ന് മനസ്സിൽ വരും, കാസി കുന്ന്. അപ്പൊ ലോകത്തെ ഏറ്റവും കൂടുതൽ മഴ പെയ്യുന്ന മൗസിൻഡ്രം ചിറാപുഞ്ചിയൊക്കെ സ്ഥിതി ചെയ്യുന്ന മേഘാലയയിലാണ്. മൗസിൻഡ്രം മേഘാലയയിലാണല്ലോ. അപ്പം ഈ മൗസിൻഡ്രവും ചിറാപുഞ്ചിയും മഴ പെയ്യുന്നത് ഏത് കുന്നുകളിലാണെന്ന് ചോദിച്ചാൽ കാസി കുന്നുകളിൽ നിന്ന്. അപ്പൊ മേഘാലയയിലെ കാസി. ഇനി മേഘാലയയിലെ പ്രധാനപ്പെട്ട കുന്നുകളുടെ പേര് കാസി, ഗാരോ, ജയന്തിയ കുന്നുകൾ. കേട്ടോ, കാസി, ഗാരോ, ജയന്തിയ കുന്നുകൾ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? മേഘാലയയിലാണ്. അത് ചോദിച്ചിട്ടുണ്ട്. കാസി കുന്നുകൾ. മരങ്ങളുടെ വേരുകൾ ചേർത്ത് പാലങ്ങൾ നിർമ്മിക്കുന്ന സംസ്ഥാനം മേഘാലയയാണ്. കേട്ടോ, മേഘാലയയിലെ പ്രധാനപ്പെട്ട ഒരു സുഖവാസ കേന്ദ്രം മേഘാലയയുടെ തലസ്ഥാനം തന്നെയായ ഷില്ലോങ് ആണ്. അപ്പൊ മേഘാലയയിലെ പ്രധാനപ്പെട്ട സുഖവാസ കേന്ദ്രം ഏതാണ്? മേഘാലയയുടെ തലസ്ഥാനമായ ഷില്ലോങ് എവിടുത്തെ സുഖവാസ കേന്ദ്രം എന്ന് ചോദിച്ചിട്ടുണ്ട്. എവിടുത്തെയാണ്? മേഘാലയയിലെയാണ്. ഓർത്ത് വെച്ചിരിക്കണേ. അടുത്തത്, ചൂട് നീരുറവയിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യയിലെ ഒരു പ്രധാന പ്രദേശം ഏത്? മണികരൺ പവർ പ്രോജക്ട്. അത് ഹിമാചൽ പ്രദേശിലാണ്. വെരി ഇമ്പോർട്ടൻറ്റ്. ഭൗമ താപോർജം അല്ലെ, ചൂട് നീരുറവയിൽ നിന്നുള്ള ഊർജ്ജം ഏതാ? ജിയോ തെർമൽ എനർജി, ഭൗമ താപോർജം. ഹിമാലയത്തിലെ പ്രധാനപ്പെട്ട ചൂട് നീരുറവകളുടെ പേര് മണികരൺ, ബീർ ഗംഗ, നൂബ്ര താഴ്വര, ഇതൊക്കെ നമുക്ക് നോക്കാം. അപ്പൊ ഹിമാലയത്തിലെ പ്രധാനപ്പെട്ട താഴ്വരകളുടെ ചൂട് നീരുറവകളുടെ പേരുകളാണ്. അപ്പൊ മണികരൺ പവർ പ്രോജക്റ്റ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അത് ചൂട് നീരുറവയിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യയിലെ പ്രധാന സ്ഥലം ഏതെന്ന് ചോദിച്ചാൽ മണികരൺ പറയണം. അത് സ്റ്റേറ്റ് തെറ്റിപ്പോരുത്, ഹിമാചൽ പ്രദേശ്. കേട്ടോ, മണികരൺ പവർ പ്ലാന്റ് എവിടെയാണ്? ഹിമാചൽ പ്രദേശിലാണ്. അത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ചൂട് നീരുറവയിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതാണ്. അപ്പം അതും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരാം. അടുത്ത ചോദ്യം ഒന്ന് നോക്കേ. അടുത്ത ചോദ്യം നമ്മൾ പറഞ്ഞു വന്നത് ഏതെന്ന് ചോദിച്ചാൽ, കുങ്കുമ കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് ഏത്? കുങ്കുമ കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് കരേവാസ് മണ്ണ്. കരേവാ മണ്ണ് എന്ന് പറഞ്ഞാൽ മതി, കരേവാസ് മണ്ണ്. അതായത് കാശ്മീർ താഴ്വരകളിലെ ഹിമാനികൾ നിക്ഷേപിക്കുന്ന അവസാദങ്ങളെയാണ് കരേവാസ് എന്ന് വിളിക്കുന്നത്. കാശ്മീർ താഴ്വരകളിലെ ഹിമാനികൾ നിക്ഷേപിക്കുന്ന അവസാദങ്ങളെ എന്ത് വിളിക്കാം? കരേവാസ്. നേർത്ത മണലും ജൈവാംശവും നിറഞ്ഞ മണ്ണാണ് കരേവാസ്. നേർത്ത മണലും ജൈവാംശവും നിറഞ്ഞ മണ്ണ് ഏതാണ്? കരേവാസ്. അത് അപ്പൊ കുങ്കുമ കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് കരേവാസ്. ഒന്നാമത്തെ ചാപ്റ്ററിൽ കിടപ്പുണ്ട് കേട്ടോ. അപ്പൊ കുങ്കുമ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് ജമ്മു കാശ്മീരിലാണ് അല്ലെ. കുങ്കുമം ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് എവിടെയാണ്? ജമ്മു കാശ്മീരിലാണ് കുങ്കുമം ഏറ്റവും കൂടുതൽ. കുങ്കുമത്തിന് ചുവപ്പ് നിറം നൽകുന്ന വസ്തു, വർണ്ണവസ്തു ബിക്സിൻ. കേട്ടോ, ബിക്സിൻ ആണ് അല്ലെ. പൂക്കൾക്ക് ചുവപ്പ് നിറം നൽകുന്നത് ഏതാണ്? പൂക്കൾക്ക് ചുവപ്പ് നിറം നൽകുന്നത് ആന്തോസയാനിൻ. പൂക്കൾക്ക് മഞ്ഞ നിറം നൽകുന്നത് സാന്തോഫിൽ അല്ലെ. പൂക്കൾക്ക് മഞ്ഞ നിറം നൽകുന്നത് ഏതാണ്? സാന്തോഫിൽ. പൂക്കൾക്ക് ഒരു ഓറഞ്ച് നിറന്ന ചുവപ്പ് നിറം നൽകുന്നത് കരോട്ടിൻ ആണ്. കരോട്ടിൻ. അപ്പൊ ഇത് മൂന്നും സയൻസ് സ്കൂൾ ടെസ്റ്റ് കിടപ്പുണ്ട്. പൂക്കൾക്ക് ചുവപ്പ് നിറം നൽകുന്നത് ആന്തോസയാനിൻ, പൂക്കൾക്ക് മഞ്ഞ നിറം നൽകുന്നത് സാന്തോഫിൽ, പൂക്കൾക്ക് ഓറഞ്ച് നിറം നൽകുന്നത് കരോട്ടിൻ. കുങ്കുമത്തിന് ചുവപ്പ് നിറം നൽകുന്നത് ബിക്സിൻ ആണ്. തക്കാളിക്ക് ചുവപ്പ് നിറം നൽകുന്നത് ലൈക്കോപ്പിൻ എന്ന് വിളിക്കും കേട്ടോ, ലൈക്കോപ്പിൻ. ബീട്രൂട്ടിന് ചുവപ്പ് നിറം ബീറ്റ സയാനിൻ. ബീട്രൂട്ടിന് ചുവപ്പ് നിറം ഏതാണ്? ബീറ്റ സയാനിൻ. അതൊക്കെ ഒന്ന് പഠിച്ചു വെച്ചിരിക്കുക. അപ്പൊ കുങ്കുമം ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യയിലെ പ്രദേശം ഏതാണ്? ജമ്മു കാശ്മീർ. അടുത്ത പരീക്ഷയ്ക്ക് ചോദിക്കാം, പടിഞ്ഞാറൻ ഹിമാലയത്തിലെ പ്രധാന ദേശീയ പാർക്ക്, കിഴക്കൻ ഹിമാലയത്തിലെ പ്രധാന ദേശീയ പാർക്കുകളുടെ പേരുകൾ അവർ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് പഠിച്ചേ പറ്റൂ. കാരണം ചിലപ്പം ദേശീയ പാർക്ക് ഏത് സ്റ്റേറ്റ് എന്ന് ചോദിക്കാം. എന്തായാലും സ്കൂൾ ടെസ്റ്റിലുണ്ട്, അപ്പോൾ പഠിച്ചല്ലേ പറ്റുള്ളൂ. അപ്പോൾ എളുപ്പമാണ്. പടിഞ്ഞാറൻ ഹിമാലയം, നമുക്ക് 3 ഹിമാലയം ഉണ്ട്. പടിഞ്ഞാറൻ ഹിമാലയം, മധ്യ ഹിമാലയം, കിഴക്കൻ ഹിമാലയം അല്ലേ, അതൊക്കെ ഉണ്ട്, നമ്മൾ പഠിച്ചല്ലോ. അപ്പോൾ പടിഞ്ഞാറൻ ഹിമാലയത്തിലെ ദേശീയ പാർക്കുകൾ ഏറ്റവും പ്രധാനപ്പെട്ടത്
ഹെമിസ് ദേശീയ പാർക്ക് അല്ലേ? കേട്ടിട്ടുണ്ടോ ഹെമിസ് ദേശീയ പാർക്ക്? ഇന്ത്യയിലെ ഏറ്റവും വലിയ ദേശീയ പാർക്ക് ഹെമിസ് ദേശീയ പാർക്കാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ദേശീയ പാർക്ക്, ഹിമപ്പുലികളെ സംരക്ഷിക്കുന്ന ദേശീയ പാർക്ക് ഏതാന്നൊക്കെ ചോദിച്ചിട്ടില്ലേ? ഹെമിസ് ദേശീയ പാർക്ക് ലഡാക്ക്. പിന്നെ ഡച്ചിങ്കാം ദേശീയ പാർക്ക് ഉണ്ട് ജമ്മു കാശ്മീരിൽ. ഡച്ചിങ്കാം ദേശീയ പാർക്ക് ഏതാണ്? ജമ്മു കാശ്മീരിലാണ്. നമുക്ക് കാശ്മീർ മാനുകൾ, സ്റ്റാഗ് എന്ന് കേട്ടിട്ടില്ലേ? ഇവിടെയൊക്കെ കാശ്മീർ സ്റ്റാഗുകളെ സംരക്ഷിക്കുന്നതാണ് ഡച്ചിങ്കാം ദേശീയ പാർക്ക്. ഇത് പടിഞ്ഞാറ്, ഈ വേർഡാണ് ഓർക്കേണ്ടത്, പടിഞ്ഞാറൻ ഹിമാലയത്തിൽ. ഓക്കെ, അതൊന്ന് ഓർത്ത് വെച്ചിരിക്കുക. പിന്നെ ഓക്കെ, പൂക്കളുടെ താഴ്വര അഥവാ വാലി ഓഫ് ഫ്ലവേഴ്സ് ദേശീയ പാർക്ക്, ജിം കോർബറ്റ് ദേശീയ പാർക്ക്, രാജാജി ദേശീയ പാർക്ക്. ഇത് മൂന്നും ഉത്തരാഖണ്ഡിലാണ്. ഇത് മൂന്നും എവിടെയാണ്? പടിഞ്ഞാറൻ ഹിമാലയത്തിൽ ഉത്തരാഖണ്ഡിലാണ്. അപ്പോൾ നമ്മൾ ഹെമിസ് ലഡാക്കിൽ, ഡച്ചിങ്കാം ജമ്മു കാശ്മീരില്, വാലി ഓഫ് ഫ്ലവേഴ്സും ജിം കോർബറ്റും രാജാജി. ജിം കോർബറ്റിനെ നിങ്ങൾക്ക് അറിയാം, ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ പാർക്ക് അല്ലേ? ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ പാർക്ക് ജിം കോർബറ്റ് ദേശീയ പാർക്കാണ്. വലുത് ഹെമിസും ആദ്യത്തത് ജിം കോർബറ്റ് ആണ്. ഇന്ത്യയിലെ ആദ്യകാല നാമം, ഈ ജിം കോർബറ്റ് ദേശീയ പാർക്കിന്റെ ആദ്യകാല നാമം കണ്ടോ? ഹെയ്ലി നാഷണൽ പാർക്ക് എന്നായിരുന്നു ആദ്യകാല നാമം. ജിം കോർബറ്റ് ദേശീയ പാർക്കിലൂടെ ഒഴുകുന്ന നദിയാണ് രാംഗംഗ നദി. അതുകൊണ്ട് രാംഗംഗ ദേശീയ പാർക്ക് എന്നും ഇത് അറിയപ്പെടുന്നുണ്ട് കേട്ടോ. അപ്പൊ ജിം കോർബറ്റ് ദേശീയ പാർക്കിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? രാംഗംഗ. അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ പാർക്ക് ജിം കോർബറ്റ് ദേശീയ പാർക്ക്. ആദ്യകാല നാമം എന്താണ്? ഹെയ്ലി നാഷണൽ പാർക്ക് എന്നാണ് ആദ്യകാല നാമം. എന്താന്ന് ചോദിച്ചാൽ അത് നല്ലൊരു ക്വസ്റ്റ്യനാണ്. ഇനി കിഴക്കൻ ഹിമാലയത്തിലെ പ്രധാനപ്പെട്ട ദേശീയ പാർക്കുകൾ നമുക്ക് നോക്കാം. കിഴക്കൻ ഹിമാലയത്തിലെ മനാസ് അല്ലെങ്കിൽ മാനാസ് എന്ന് പറയാം, അത് എഴുതുന്ന പോലെ, എന്നാലും മലയാളികൾ മനാസ് ദേശീയ പാർക്ക് എന്നാ പറയുന്നത്. മനാസ് ദേശീയ പാർക്ക് ആസാം. കാഞ്ചൻജംഗ ദേശീയ പാർക്ക് സിക്കിം. പൊതുവെ കാഞ്ചൻജംഗ ദേശീയ പാർക്ക്, ഈ കാഞ്ചൻജംഗ കൊടുമുടി മധ്യ ഹിമാലയത്തിലാണ്. പക്ഷേ നമ്മളെ സ്കൂൾ ടെസ്റ്റ് അവര് കാഞ്ചൻജംഗ ദേശീയ പാർക്ക് കിഴക്കൻ ഹിമാലയത്തിൽ നിന്ന് എഴുതിയേക്കുന്നത്. അതുകൊണ്ട് ദേശീയ പാർക്ക് ആവാം, കാരണം അവിടെയൊക്കെ ഉണ്ടല്ലോ ബ്രഹ്മപുത്ര നദി, അങ്ങോട്ട് കിഴക്കൻ ഹിമാലയത്തിലുണ്ട്, മധ്യ ഹിമാലയത്തിലുണ്ട്. നമ്മൾ പഠിച്ചിട്ടില്ലേ, പോഷക നദികളുണ്ട്. അപ്പം അതുകൊണ്ട് ഇവിടെ സ്കൂൾ ടെസ്റ്റിൽ പടിഞ്ഞാറൻ ഹിമാലയവും കിഴക്കൻ ഹിമാലയം ആയതുകൊണ്ട് കാഞ്ചൻജംഗ ദേശീയ പാർക്ക് എവിടെയെന്ന് വെച്ചാൽ, അല്ലാതെ കാഞ്ചൻജംഗ കൊടുമുടി മധ്യ ഹിമാലയത്തിൽ തന്നെയാണ് കേട്ടോ. എവറസ്റ്റും കാഞ്ചൻജംഗ ഒക്കെ മധ്യ ഹിമാലയത്തിലാണ്. ഇവിടെ കണ്ടോ കാഞ്ചൻജംഗ ദേശീയ പാർക്ക് എന്നും പറഞ്ഞൊരെണ്ണമുണ്ട്, അത് സിക്കിമിലാണ്. ദിബ്രു സൈക്കോവ ദേശീയ പാർക്ക് ആസാമില്. അതുപോലെ കെയ്ബുൾ ലഞ്ചാവോ ദേശീയ പാർക്ക് മണിപ്പൂരിലാണ്. കെയ്ബുൾ ലഞ്ചാവോ അത് നമ്മൾ പഠിച്ചായിരുന്നു അല്ലേ, ഒഴുകുന്ന ദേശീയ പാർക്ക്. അപ്പം കിഴക്കൻ ഹിമാലയത്തിലെ പ്രധാനപ്പെട്ട ദേശീയ പാർക്ക് മനാസ് ദേശീയ പാർക്ക്, കാഞ്ചൻജംഗ ദേശീയ പാർക്ക്, ദിബ്രു സൈക്കോവ ദേശീയ പാർക്ക്, കെയ്ബുൾ ലഞ്ചാവോ ദേശീയ. മനാസിന്റെ ചോദ്യമല്ലേ, റോയൽ ബംഗാൾ കടുവകളെ കാണപ്പെടുന്ന ദേശീയ പാർക്ക് ഏതാ? മനാസ് ദേശീയ പാർക്ക് അല്ലേ? ഇല്ലോ, റോയൽ ബംഗാൾ കടുവ. ആസാമിലല്ലേ വേറെ നമ്മൾ കാസിരംഗ ദേശീയ പാർക്ക് പഠിച്ചിട്ടില്ലേ? ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗം കാണപ്പെടുന്ന കാസിരംഗ ദേശീയ പാർക്ക്. ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗം കാണപ്പെടുന്ന കാസിരംഗ ദേശീയ പാർക്ക് എവിടെയെന്ന് ചോദിച്ചാലും അതും ആസാമിലാണ്. അതും ഇതെങ്കിലും ഉൾപ്പെടുത്തിയേരെ കേട്ടോ. കാസിരംഗ ദേശീയ പാർക്ക്, മനാസ് ദേശീയ പാർക്ക്, അത് റോയൽ ബംഗാൾ കടുവയെ കാണപ്പെടുന്നത്. ഓർത്ത് വെച്ചിരിക്കണേ. അപ്പം നമ്മൾ പഠിച്ചു വന്നത് 9ാം ക്ലാസ് സ്കൂൾ ടെസ്റ്റിലെ പ്രധാനപ്പെട്ട, ഒത്തിരി ഉണ്ട്, ഡീപ്പായിട്ട് പഠിക്കണം. ഞാൻ എൻ്റെത് ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് മനസ്സിലേക്ക് വരുന്നതും ആവർത്തിക്കുന്നതുമായ ചോദ്യങ്ങളെ എന്നാലും നല്ല രീതിയിൽ ഓരോ ചാപ്റ്റർ ബേസ് വെച്ച് തന്നെ ഈ പ്രിലിംസ് പരീക്ഷയ്ക്കൊക്കെ പുതിയ 9ാം ക്ലാസ് സ്കൂൾ ടെസ്റ്റ് പഠിച്ചേ പറ്റൂ. നമ്മൾ ആദ്യം തന്നെ പുൽമേടുകൾ പഠിച്ചായിരുന്നേ, മർഗുകളും ബുഗ്യാലും അല്ലേ? കാശ്മീർ പർവ്വതനിരയിലെ വേനൽക്കാല പുൽമേടുകളെ മർഗുകളെന്നും ഉത്തരാഖണ്ഡ് ഹിമാലയത്തിലെ വേനൽക്കാല പുൽമേടുകളെ എന്ത് വിളിക്കാടെ? അത് നമ്മൾ ബുഗ്യാലുകൾ എന്ന് വിളിക്കാം അല്ലേ? ഓർത്ത്, ഒഴുകുന്ന ദേശീയ പാർക്ക് ഏതാ? കെയ്ബുൾ ലഞ്ചാവോ. ഏത് തടാകത്തിൽ? ലോക്താക് തടാകത്തിൽ. ഏത് സംസ്ഥാനത്ത്? മണിപ്പൂര്. മണിപ്പൂരിന്റെ ഔദ്യോഗിക മൃഗമേതാ? സംഘായി മാനുകൾ അല്ലേ? കാശ്മീർ മാനുകളെ കാണപ്പെടുന്ന ദേശീയ പാർക്ക് ഡച്ചിങ്കാം ദേശീയ പാർക്ക്. നമ്മുടെ എവറസ്റ്റ്, കാഞ്ചൻജംഗ, നന്ദാദേവി, നങ്കപർവ്വതൊക്കെ ഏത് കൊടുമുടിയില? ഹിമാദ്രി. പക്ഷെ മൗണ്ട് ഗേറ്റു അഥവാ ഗോഡ്വിൻ ആസ്റ്റിൻ കാറക്കോറത്തിലാണ്. കൊടുമുടിയുടെ ശൃംഗത്തിൽ ചവിട്ടരുതെന്ന വ്യവസ്ഥയോടുകൂടി കയറ്റിവിടുന്ന കൊടുമുടി ഏതാ? അത് കാഞ്ചൻജംഗ. ഏത് സ്റ്റേറ്റിലാ കാഞ്ചൻജംഗ? സിക്കിമിലാണ്. നന്ദാദേവി ഏത് സ്റ്റേറ്റിലാ? നന്ദാദേവി ഉത്തരാഖണ്ഡിലാണ്. നേപ്പാളിൽ എവറസ്റ്റ് അറിയപ്പെടുന്ന പേര് സാഗർമാത. ടിബറ്റിൽ അറിയപ്പെടുന്നത് ചോമോലുങ്മ. ആദ്യമായി എവറസ്റ്റ് കൊടുമുടി കയറിയതാര്? അത് ടെൻസിംഗ് നോർഗയും എഡ്മണ്ട് ഹിലാരിയും. എന്നാ എവറസ്റ്റ് ആദ്യമായി കയറിയത്? 1953 മെയ് 29. എവറസ്റ്റ് ദിനം മെയ് 29. പർവ്വത ദിനമെന്ന ഡിസംബർ 11. പർവ്വത ദിനമെന്നാണ് ഡിസംബർ 11 പർവ്വത ദിനം.
പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഏക ഹിമാലയൻ നദി ഏതാ? സിന്ധു. സിന്ധു പാകിസ്ഥാനിലേക്ക് പ്രവേശിക്കുന്ന പ്രദേശം ഏതാ? ചില്ലാർ അല്ലെ. സിന്ധുവിന്റെ ഏറ്റവും വലിയ പോഷക നദി ചിനാബ്. സിന്ധുവിന്റെ ഏറ്റവും നീളം കൂടിയ പോഷക നദി സത്ലജ്. സിന്ധുവിന്റെ ഏറ്റവും ചെറിയ പോഷക നദി ബിയാസ്. ബിയാസ്. പോങ് അണക്കെട്ട് ബിയാസ്. ഫക്രാനങ്കൽ അണക്കെട്ട് സത്ലജ്. രഞ്ജിത് സാഗർ അണക്കെട്ട് അഥവാ തെയ്ൻ അണക്കെട്ട് ഏതാ? രവി നദിയിലാണ് അല്ലെ. ഉറി പവർ പ്രോജക്റ്റും കിഷൻ ഗംഗയും ചലം നദിയിലാണ്. ദുൽഹസ്തി പവർ പ്രോജക്റ്റോ? ദുൽഹസ്തി പവർ പ്രോജക്റ്റും ബെഗ്ലിഹാർ പവർ പ്രോജക്റ്റും ഏതിലാ? അത് ചിനാബ് നദിയിലാണ് അല്ലെ. ബ്രഹ്മപുത്രയുടെ ഏറ്റവും വലിയ പോഷക നദിയുടെ പേര് പറ? സുബൻസിരി. ഏറ്റവും വേഗത്തിൽ ഒഴുകുന്ന നദി ടീസ്റ്റ. സിക്കിമിന്റെ ജീവൻ രേഖ എന്നറിയപ്പെടുന്നത് ടീസ്റ്റ. ഹിമാലയത്തെ എത്രയായി തിരിച്ചിരിക്കുന്നു? പടിഞ്ഞാറൻ ഹിമാലയം, മധ്യ ഹിമാലയം, കിഴക്കൻ ഹിമാലയം. പടിഞ്ഞാറൻ ഹിമാലയത്തെ വേർതിരിക്കുന്നത് സിന്ധുവും കാളിയും. മധ്യ ഹിമാലയത്തെ വേർതിരിക്കുന്നത് കാളിയും ടീസ്റ്റയും. കിഴക്കൻ ഹിമാലയത്തെ വേർതിരിക്കുന്നത് ടീസ്റ്റയും ബ്രഹ്മപുത്രയും ചേർന്നാണ് അല്ലെ. അതൊക്കെ വടക്കിഴക്ക് ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാ? ലോക്താക് തടാകം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം അത് ജമ്മു കാശ്മീരിലെ ഊളാർ തടാകം. ഏറ്റവും വലിയ രണ്ടാമത്തെ ശുദ്ധജല തടാകം ആന്ധ്രാപ്രദേശിലെ കൊല്ലേരു. പിന്നെ ഏറ്റവും വലിയ തടാകം ചിൽക്ക തടാകം ഒഡീഷ. ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന തടാകം ചോലാമു തടാകം സിക്കിം. ചോലാമു തടാകം സിക്കിമിലാണ് ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന തടാകം ഏതെന്ന് വെച്ചാൽ അതൊക്കെയാണ് എനിക്ക് തോന്നുന്നു. അത്രയൊക്കെ റിവിഷൻ നടത്തിയിട്ടുണ്ട്, അണക്കെട്ടുകൾ നടത്തിയിട്ടുണ്ട്. പിന്നെ ബ്രഹ്മപുത്ര നദി ഉത്ഭവിക്കുന്നത് ചൊമയുങ് ദിങ് ഹിമാനിയിൽ നിന്നാണ്. അത് മാനസ സരോവർ. സിന്ധു നദി ഉത്ഭവിക്കുന്നത് മാനസ സരോവറിനടുത്തുള്ള ബൊഗർച്ചു ഹിമാനിയിൽ നിന്നാണ്. ഓർത്തു വെച്ചിരിക്കണേ. അപ്പോൾ സിന്ധുവിന്റെ പോഷക കുറച്ച് ജോഗ്രഫി ആയതുകൊണ്ട് ഇച്ചിരി പാടായിരിക്കും. ഇതൊന്നും അല്ല, ആ ടെസ്റ്റിലോട്ട് ഇറങ്ങുമ്പോൾ ഇതിനേക്കായി പാടാ. ഞാൻ അത്രയും എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് മാത്രം നിങ്ങൾക്ക് തന്നതാ. ഇനി ജോഗ്രഫി സാറ് പഠിപ്പിക്കുന്ന ആ സ്കൂൾ ടെസ്റ്റ് അനുസരിച്ച് നല്ല പോർഷൻസും കൂടെ കവർ ചെയ്യണം കേട്ടോ. ഒത്തിരി സന്തോഷമുണ്ട് ഇങ്ങനൊരു ക്ലാസ് എടുത്ത്. എന്നാലും ഇനി ഞാൻ അടുത്ത ചാപ്റ്ററുമായിട്ട് വീണ്ടും വരും നിങ്ങളുടെ മുമ്പിലേക്ക് നല്ലൊരു റിവിഷൻ ക്ലാസ്സുമായിട്ട്. ഈ റിവിഷൻ ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ തീർച്ചയായിട്ടും വെക്കുക. എന്നാൽ കഴിയുന്ന കമൻറ്റുകളൊക്കെ വായിച്ച് നിങ്ങൾക്ക് അഭിപ്രായങ്ങളൊക്കെ അയച്ച് നമുക്കും ഒരു സന്തോഷമില്ലേ. ആ ക്ലാസ് എടുത്ത് തന്നപ്പോൾ നിങ്ങൾക്ക് അത് പ്രയോജനപ്പെട്ടു എന്ന് പറയുമ്പോഴല്ലേ നമുക്കൊരു അഭിമാനം തോന്നുന്നത്. ഓക്കെ, തീർച്ചയായിട്ടും നമുക്ക് അടുത്ത നല്ലൊരു റിവിഷൻ ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.